परमेश्वर के दास ने जैसे याद दिलाया, पिछले 5 दिनों प्रभु की उपस्थिति में वचन को लेकर एक साथ बैठने के लिए प्रभु ने हमारी सहायता दिया, और आज छठे दिन भी आप लोगों के सामने परमेश्वर का वचन लेकर आने के लिए प्रभु ने जो मौका और अवकाश दिया, उसके लिए प्रभु को धन्यवाद देता हूँ। വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മുഴുവൻ ദൈവമക്കൾക്കും കർത്തദാസന്മാർക്കും വിശേഷാൽ ഷാർജയിലെ ദൈവസഭയെ സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസനും കുടുംബത്തിനും ദൈവനാമത്തിലുള്ള പ്രത്യേക സ്നേഹവും ഞാൻ അറിയിക്കുന്നു. खासकर शारजा की कलीसिया और अलग अलग जगहों में हमें श्रवण करने वाले तमाम लोगों को और शारजा कलीसिया के प्रभु के दास परिवार को, सबको प्रभु के नाम में हमारा सलाम। തുടർന്ന് നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ചിന്തയെ കൊണ്ടുവരാം. और जिस भाग को हम सीख रहे थे उसके अगली भाग की ओर हम हमारे ध्यान को ले जाएंगे. ഇന്ന് രാത്രി നമ്മുടെ ഈ ചിന്തയോട് ബന്ധപ്പെട്ട ഇടവനുള്ള കടശി രാത്രി ആയിരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ അല്പം സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. आज रात क्योंकि मेरा आप लोगों के साथ ये आखिरी समय है, पिछले दिनों से संबंधित थोड़ा और तेजी से जाना चाहूंगा. നാം പഠിച്ചു വന്ന വിഷയം ഒന്ന് പൂർത്തീകരിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് क्योंकि जो विषय को हमने शुरू किया है उसको खत्म करना मैं मेरे दिल से चाहता हूँ. ദൈവം സഹായിച്ചിട്ട് കൃപയാല് തിരുവനന്തപുരത്ത് നിന്ന് പല കാര്യങ്ങളും പറയുവാൻ കഴിയുമെങ്കിലും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവരദാസൻ ഓർപ്പിച്ച സമയം മുതൽ ലഭിച്ച സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അനേക കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നെങ്കിലും ഈ ചിന്തയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയമാണ് എന്റെ ഹൃദയത്തിൽ ഏറ്റവും ശക്തമായി നിറഞ്ഞു വന്നത്. परमेश्वर के सामने हमेशा प्रार्थना और उपवास करता हूँ, लेकिन जब से इस संगति के बारे में, इस उपवास प्रार्थना के बारे में प्रभु के दास ने मुझे इत्तला दिया था, उस समय से लेके इस विषय को लेके जब मैंने प्रार्थना किया, कई विषय मेरे हृदय में आया, लेकिन ये जो हम अब सीख रहे हैं ये और भी उभरता हुआ और भी सामर्थ्य रूप से मेरे दिल में आया, इसीलिए आप लोगों के साथ इस विषय में बांट रहा हूँ. എളിയവനെ കൊണ്ട് ചേർത്ത് പറയുകയാണ്, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു ഉദ്ദേശവും കർത്താവിന്റെ പ്രത്യേകമായ ഒരു സ്നേഹവുമാണ് എന്ന് ഞാൻ കരുതുകയാണ് ഈ കാര്യം. मुझे भी शामिल करके कहता हूँ, प्रभु का प्रेम है और उसकी कृपा और अनुग्रह है, ये बात जो प्रभु हमें देता है. എനിക്ക് ആ വിധത്തിൽ പറയുവാൻ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും വളരെ രത്നചുരുക്കമായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. कहने के लिए बहुत कुछ है, लेकिन संक्षेप में सब कुछ कहकर वापस हमारे उस विषय में प्रवेश करना चाहूंगा. ആമീൻ. നമ്മൾ ഇന്ന് വന്നെത്തിയിരിക്കുന്ന ഈ COVID-19 ഈ സാഹചര്യം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തോ ഒരു രാജ്യത്തോ മാത്രമല്ല, ഭൂലോകം മുഴുവനുമായിട്ടുമുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. हम लोग ये जो COVID-19 या ये जो महामारी के बीच में हम लोग है, ये किसी एक स्थान या एक भूगोल में नहीं, लेकिन संसार भर में, हर राष्ट्र में, हर राज्य में इसका एक तकलीफ और इसी का एक महामारी फैल चुका है. ആത്മീയ ലോകത്തും ലൗകിക ലോകത്തും ഉള്ളവരെ എല്ലാം ഒരുപോലെ ബാധിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ്. आत्मिक समाओं के लोग और जो सांसारिक लोग हैं, दोनों ही विभाग के लोगों को एक सा इसका प्रभाव हुआ है. ദൈവജനത്തിന്റെ ഇടയിൽ തന്നെ ഞാൻ സ്നേഹിക്കുന്ന അനേക കർത്താവിന്റെ ദാസന്മാരും ദൈവമക്കളും ഈ രോഗത്തിന്റെ അനുഭവങ്ങൾ കൂടെ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. और परमेश्वर के लोगों के बीच में कई लोगों को जो मैं जानता हूँ और ये प्रभु के दास लोगों को भी ये बीमारी से वो पीड़ित थे. बहुत से लोगों को प्रभु ने छुटकारा चंगाई दिया, और जो अभी भी पीड़ित है उनको भी प्रभु आने वाले दिनों में छुटकारा और चंगाई दे. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ദൈവോദ്ദേശതകൾ മനസ്സിലാക്കുമ്പോൾ നാം ഏവരും അറിയുന്ന ആ വേദഭാഗം നമ്മൾ ഒരിക്കലും മറക്കരുത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28, 29 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നല്ലോ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. लेकिन ये तमाम बातों के द्वारा जब हम जाते हो, उस समय भी हमें उस का वचन को नहीं सुनना चाहिए जो रोमर की पत्री उसके 8वें अध्याय में लिखा है, जो कोई भी परमेश्वर के लिए बुलाया गया है, जिन्हें पहले से ठहराया गया है, उनके लिए सब कुछ भलाई के लिए उत्पन्न होता है. ആ നന്മ എന്താണെന്ന് അടുത്ത 29, 30 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. 28-ാം വാക്യം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. और वो भलाई क्या है, वो 29 और 30 के अध्याय को जब आयत को हम पढ़ेंगे, 28 को साथ में लेकर हम पढ़ेंगे, तो इन तमाम बातों को हम समझ पाएंगे. ഷാർജയിലെ ദൈവമക്കൾക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലയിടങ്ങളിലുള്ള ദൈവമക്കൾക്കും ഈ വാക്യം വളരെ പരിചയമുള്ളതാണെന്ന് ഞാൻ കരുതുന്നു. शारजा कलीसी लोगों को और मुझे सुनने वाले तमाम अन्य लोगों को भी ये वचन बहुत ही सुपरिचित है, ऐसा मैं विश्वास करता हूँ. ആമേൻ. അതെ, തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. और क्योंकि जिसने हमें पहले से जान लिया है, पहले से ठहराया भी है कि उसके पुत्र के स्वरूप में हो, ताकि वो बहुत भाइयों में पहलौठा ठहरे.
ആ മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് വായിക്കുന്നു. और फिर जिन्हें उसने पहले से ठहराया उन्हें बुलाया भी, और जिन्हें बुलाया उन्हें धर्मी भी ठहराया, और जिन्हें धर्मी ठहराया उन्हें महिमा भी दिया, ऐसा लिखा है। കഴിഞ്ഞ ദിവസം ഏതോ ഒരു മീറ്റിംഗിൽ നമ്മൾ ചിന്തിച്ചതുപോലെ 1 കൊരിന്ത്യർ 15:52 പറയുന്ന പ്രകാരം പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ കർത്താവിന്റെ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാനിടയായിത്തീരും. और पहले जो कलीसिया पहले अपने विषय में जैसा हमने बताया 1 कोरिन्थियों 15 में जैसा लिखा है, जो पलक झपकते ही कलीसिया का रूपांतर होंगे और हम यहाँ से निकल जाएंगे। ആ സമയത്ത് ദൈവജനത്തിൽ ആരും കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ക്രമീകരിക്കപ്പെടാൻ ഒരു ആത്മീയമായ കെട്ടുപണി നമ്മൾ തികച്ചെടുക്കുവാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ തികച്ചെടുക്കുവാനായിട്ട് ദൈവം നൽകുന്ന ഒരു അവസാന ചാൻസ് പോലെ എനിക്ക് ഈ സമയത്തെ തോന്നിക്കുകയാണ്. और उस समय में जब प्रभु आएगा तो हम में से कोई भी छूट न जाए या हम में से कोई भी नकारा ना जाए, इसीलिए हमारे जीवन में अगर कोई कमी है, अगर कोई निर्माण अभी बाकी है और कोई ऐसा विषय है जिसमें मेल मिलाप और मन फिराप अगर हमको करना है, मैं विश्वास करता हूँ ये वो समय है हमारे प्रभु के आगमन के पहले हमारी तैयारी के लिए दिया हुआ। പൂർണ്ണമായിട്ടുമുള്ള ഒരു പരിഹാരം ഇനി കണ്ടുപിടിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഈ മഹാമാരി ഇത്ര ഭയങ്കരമായി മുഴു ലോകത്തെയും ചെറിയവരെയും വലിയവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും ഇനിയും ഇതിൽ നിന്ന് ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മാനസാന്തരപ്പെടാതിരിക്കുന്നവരെ കുറിച്ച് ദുഃഖമുണ്ട്. और अभी इतना अनुभव होने के बावजूद भी आज की अगर बातों को देखा जाए तो अभी तक जिसके लिए कोई निवारण नहीं मिला और संसार भर में लोग जो है बहुत ही दुख में और तकलीफ में है, ऐसी अवस्था को देखकर भी अगर हमारी अवस्था बदलता नहीं है, हमें मन फिराव नहीं होता, ऐसे लोगों के बारे में सोचकर मुझे दुख होता है। കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പഴയ നിയമത്തിലെ പ്രവാചകൻ പറയുന്നത് പോലെ വരാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം എല്ലാവരെയും ഓർക്കാം. कटनी भी हो गया और सामान भी बटोरा गया, फल भी लेता गया, लेकिन मुझे उसका उपयोग नहीं, जैसा नबी ने कहा ऐसे हम में से किसी के जीवन में ना होने के लिए हम प्रार्थना करें। എനിക്ക് ദൈവം ഒരു ചാൻസ് കൂടെ തന്നില്ല എന്ന് ആർക്കും പറയാനിടയാകാത്ത നിലയിൽ ദൈവം നമുക്ക് അവസാന ചാൻസ് എന്നതുപോലെ ഒരു സമയം തന്നിരിക്കുകയാണോ എന്ന് ഞാൻ സന്ദേഹിക്കുന്നു. और मेरा ये संदेह ये शक है कि कोई भी ये न कह पाए कि किसी मुझे एक भी मौका नहीं मिला या मुझे आखिरी मौका नहीं मिला, ऐसा ये संदर्भ है जहां पर हम तमाम लोगों को एक मौका मिला है। ഏതായാലും നമുക്ക് ഈ ദിവസങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ഈ സന്ദർഭങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. जो कोई भी हो, लेकिन हमें यह संदर्भ मिला, इसके लिए मैं प्रभु को धन्यवाद देता हूँ। ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടായ്മയിൽ ആദ്യമുണ്ടെന്നും തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവം സംസാരിക്കുന്ന തിരുവചനങ്ങൾ വളരെ ശ്രദ്ധയോടെ ഏറ്റെടുക്കുകയും ജീവിതത്തിൽ ഒരു കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണുന്നത് പോലെ സ്വന്തം ജീവിതത്തിന്റെ അനുഭവങ്ങളെ, ആത്മീയ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കണ്ട് നമ്മളെ തന്നെ പണിയുവാനായിട്ട് ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർമ്മിക്കും. और इन दिनों में जो वचन हम सुनते आए हैं और आगे के दिनों में भी जो भी वचन हम सुनेंगे, उन वचनों को हमारे सामने एक दर्पण की तरह रखकर उसमें अपने आप को जांच कर हमारे जीवन की तैयारी और हमारे जीवन का निर्माण को आगे जारी रखने के लिए प्रभु के नाम में प्रेम में आप लोगों से अनुरोध करता हूँ। മുഴു ലോകത്തിലെ അനേക രാജ്യത്തിന്റെ ഭരണകർത്താക്കന്മാരും ഭരണത്തലവന്മാരും ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയാതെ ഇരിക്കുന്നത് കൊണ്ട് ഇതിന് പരിഹാരമായിട്ട് വേണ്ട ഒരു വിജ്ഞാനത്തോടുകൂടി ഒരു വ്യക്തിയെ ലോകത്തെ മുഴുവനുമായി നിയന്ത്രിക്കുവാനായിട്ട് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. अभी तमाम संसार भर में या संसार के जितना भी राजभरण लोग हैं, जितने भी हमारे नेता लोग हैं, नेतृत्व करने वाले लोग हैं, तमाम लोग इसके लिए यहाँ पर एक निवारण की कोशिश कर रहे हैं, लेकिन अभी तक नहीं मिला। और ऐसे समय में जब लोग इंतजार कर रहे कि कोई इसका निवारण लेके आ जाए जो इस सबको नियंत्रण कर पाए, हम एक ऐसे एक मोड़ पर पहुंचे हैं। കേരളത്തിലുള്ള വളരെ സർക്കുലേഷനുള്ള മലയാള മനോരമ എന്ന് പറയുന്ന ദിനപത്രത്തിനകത്ത് കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഗ്രേറ്റ് ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ഒരു മാന്യദേഹം ഈ കോവിഡിന്റെ വലിയ ദുരന്തത്തിൽ നിന്ന് ജനത്തെ പിടിച്ചെടുക്കുവാനുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതിന് വേണ്ടി ഒരു ലോക നേതാവ് എഴുന്നേറ്റിരുന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് തന്റെ അഭിപ്രായം പറഞ്ഞതായിട്ട് വായിക്കുവാനിടയായി. पिछले दिनों में केरला में जो ज्यादा मात्रा में बांटा जाता है, वैसा एक दैनिक पत्र में एक ऐसा खबर आया, ब्रिटेन का जो पूर्व प्रधानमंत्री था उन्होंने ऐसा कहा, हम लोग इच्छा करते हैं कि कोई व्यक्ति इसका एक निवारण लेके आए जो इन तमाम बातों पर और सारी संसार पर और ये सारी महामारी जो है इसके माध्यम से सभी के ऊपर नियंत्रण करे, ऐसा कोई उठकर आए। ഇതിനെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഒരു ലോക നേതാവിന് വേണ്ടി അനുഭവങ്ങൾ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്.
और इन तमाम बातों से हम ये समझ सकते हैं कि पूरा संसार भर में एक ग्लोबल लीडर के लिए, एक ऐसा नेता के लिए सब लोग इंतजार कर रहे हैं। 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, എന്നാൽ വഴിയിൽ നിന്ന് തടുക്കുന്നവൻ മാറിപ്പോകുക മാത്രം വേണം, അപ്പോൾ അവൻ അധർമ്മത്തിന്റെ മൂർത്തീകരണം പ്രാപിച്ച് അതേ കടന്നു വരുവാനിടയായി തീരും. पहली तेस्सलोनी में ऐसा लिखा गया है कि अधर्म की मूर्ति जो है उसका प्रकट होने का समय आ गया है और ऐसा समय में वो प्रकट होगा, और ऐसा वहां पर लिखा गया है। ഇന്ന് ആ ആള് ഒരു വ്യക്തിത്വത്തോടുകൂടെ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ലെന്ന് വരിയിലും മർമ്മമായിട്ട് അവനിലുള്ള സ്പിരിറ്റ് ഇപ്പോൾ ലോകം മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. अब वो व्यक्ति जो है, एक अधर्म मूर्ति जो है, एक साक्षात्कार में हमारे सामने अवतार के रूप में नहीं आया है, लेकिन उसकी आत्मा को हम इन घटनाओं के द्वारा हम समझ सकते हैं। പരിശുദ്ധാത്മാവ് അവൻ തന്റെ സഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ നിന്നുകൊണ്ട് തടുക്കുന്നത് കൊണ്ട് മാത്രം, അതിന്റെ സമയമായിട്ടില്ലാത്തത് കൊണ്ട് അത് മൂർത്തീകരണം പ്രാപിച്ച് പേഴ്സണിഫിക്കേഷൻ നടത്തി കടന്നു വന്നിട്ടില്ലെന്ന് മാത്രം. और क्योंकि पवित्र आत्मा उसके खिलाफ में लड़ाई करता है और परमेश्वर का समय अभी तक नहीं हुआ, इसलिए वो अधर्म मूर्ति जो है वो अवतार का रूप लेकर अभी तक हमारे बीच में प्रत्यक्ष नहीं। സമയമാകുമ്പോൾ അവൻ കടന്നു വരിക തന്നെ ചെയ്യും. और जब समय होगा तो वो निश्चित हमारे बीच में आएगा। ഒരിക്കലും ഞാനാണ് എതിർ ക്രിസ്തു എന്നും പറഞ്ഞല്ല ആ വ്യക്തി കടന്നു വരുന്നത്. ഒരു രാജ്യതന്ത്രജ്ഞനായിട്ട്, ഒരു പ്രത്യേകമായ ബുദ്ധിവിശേഷത്തോടു കൂടിയ ഒരു രാജ്യതന്ത്രജ്ഞനായിട്ടായിരിക്കും കടന്നു വരുന്നത്. और वो कभी भी ये कहकर नहीं आएगा मैं मसीह विरोधी हूँ, लेकिन वो इस तरह से धोखे के साथ आएगा जैसे कोई नेतृत्व या किसी दल का नेता होकर वो आएगा। പരിശുദ്ധാത്മാവിന്റെ വിവേചനമുള്ള സാക്ഷാൽ ദൈവമക്കൾക്ക് മാത്രമേ അത് ആരാണെന്ന് മനസ്സിലാകത്തുള്ളൂ. और जिसके पास पवित्र आत्मा है केवल वही इसको समझ सकता है, इसको पहचान सकता है। ആ വ്യക്തിത്വത്തിന്റെ ആവിർഭാവവും ദൈവത്തിന്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെടുന്നതും എല്ലാം അടുത്തടുപ്പിച്ച് നടക്കുന്ന സന്ദർഭമാണ്. तो हमने जो सोचा कि वो व्यक्ति जो अधर्म मूर्ति प्रकट होना और उसका बाकी का जो बात है और कलीसिया का उठा लिए जाना, ये तमाम बातें नजदीक में या सब साथ में होगा। എന്തായാലും ദൈവമക്കളായ നമ്മൾ തയ്യാറായിരിക്കുക. जो कुछ भी हो, मसीह लोग हम जो है हमें तैयार रहना है। അങ്ങനെയുള്ള അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് പലതും പറയുവാനുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി സമയം എടുക്കുന്നില്ല. और ऐसे अंत के समय के बारे में बहुत कुछ कहना है, लेकिन अब मैं उसके लिए समय नहीं लेता। ഇതെല്ലാം കരുതിക്കൊണ്ടായിരിക്കാം കർത്താവ് ഇങ്ങനെ വചനം സാധുക്കളായ നമുക്ക് ദൈവം നൽകുവാനിടയായി തീർന്നുകൊണ്ടിരിക്കുന്നത്. और इन्हीं बातों को मद्देनजर रखते हुए हो सकता है परमेश्वर यीशु मसीह ने प्रेम से और अनुग्रह के साथ हमें इन वचनों को दिया। നമ്മുടെ താക്കോൽവാക്യം നമ്മൾ മറന്നു പോയില്ലെന്ന് കരുതുന്നു. और हमारा जो आदर का वाक्य है वो किसी कोई भूला नहीं, ऐसा विश्वास करता हूँ। എല്ലാ ഭാഗവും ഞാൻ വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 34 മുതൽ 36 വരെ ആയിരുന്നല്ലോ നമ്മൾ വായിച്ചത്. लूका रचित सुसमाचार 21वें अध्याय के 34 से लेके 36वें आयत तक उस भाग को हमने पढ़ा। അതിന്റെ അവസാന ഭാഗത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുകയാണ്. अब हम उसके आखिरी पड़ाव पर है। നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ശുദ്ധിയുള്ള മൃഗം അയവർക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതുപോലെ വചനങ്ങൾ ഏറ്റെടുക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. और पिछले दिनों में जो भी हमने पढ़ा वो जैसे एक शुद्ध जानवर जो है वो अपने खाद्य पदार्थ को पचाता है, बिल्कुल वैसे ही तमाम बातों को याद करते हुए हमें इसको पचाना है। ഇപ്പോൾ നമ്മൾ പഠിച്ചു നിർത്താൻ പോകുന്ന ഭാഗം ഈ സംഭവിക്കാനുള്ള എല്ലാത്തിനെയും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുമ്പാകെ നിൽക്കുവാനും നമ്മൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും അവയെ നിരീക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള വേദഭാഗമാണ്. और अभी जो हम पढ़ रहे हैं ये तमाम जो बातें हैं यानी 36 का आयत, इसलिए जागते रहो और हर समय प्रार्थना करते रहो कि तुम इन सब आने वाली घटनाओं से बचे और मनुष्य के पुत्र के सामने खड़े होने के योग्य बनो। നിരീക്ഷണത്തോട് ബന്ധപ്പെട്ട ഒരു 6 കാര്യമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. और हमारे निरीक्षण के संबंधित हमने 6 विषयों को यहाँ पर पढ़ा। 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 बातों को हम सीख रहे हैं। അതിൽ മൂന്നാമത്തെ കാര്യം ആണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അത് ദൈവസ്വതം നിരീക്ഷണത്തിലെ മൂന്നാമത്തെ കാര്യം നമുക്ക് നേരിടുന്ന പ്രതികൂലങ്ങൾ എന്തുകൊണ്ടാണെന്ന് നമ്മൾ നിരീക്ഷിക്കുന്നവരാകണം. और उसका तीसरा भाग हम देख रहे हैं, तीसरा बिंदु जो था, हमें जो प्रतिकूल परिस्थिति या दुख का सामना करता है उसका उद्देश्य वो क्यों हमारे जीवन में है, इसका निरीक्षण करना। നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ 2 തരത്തിലുള്ളതാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. हमारा जो कष्ट है, संकट है, वो 2 तरफ का है, हमने ऐसा देखा। ആമേൻ. ദൈവഹിതപ്രകാരം ഉണ്ടാകുന്ന കഷ്ടവും ദൈവഹിതമല്ലെന്ന വരിയിലും നമ്മളെ സ്നേഹിച്ചുകൊണ്ട് ദൈവം നമുക്ക് വരുവാൻ തക്കവണ്ണം അനുവദിക്കുന്ന ചില കഷ്ടങ്ങളുമുണ്ട്. അങ്ങനെ 2 തരത്തിലെ കഷ്ടങ്ങളെ നമ്മൾ കാണുകയുണ്ടായി.
परमेश्वर की इच्छा या उसकी मर्जी के अनुसार जो कष्ट हमारे जीवन में आता है, और दूसरा वो जो परमेश्वर की इच्छा ना होते हुए भी लेकिन उसका प्रेम हमारे ऊपर है, इसलिए जो कष्ट हमारे ऊपर है। ദൈവഹിതപ്രകാരമുള്ള കഷ്ടത്തിന് യോസഫിനെ നമ്മൾ ദൃഷ്ടാന്തമായിട്ട് പഴയ നിയമത്തിൽ നിന്ന് ചിന്തിക്കുകയുണ്ടായി. परमेश्वर की इच्छा के अनुसार जो कष्ट आता है, और उसका एक नमूना हमने यूसुफ को देखा उसके जीवन से, पुराने नियम से। അതിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങൾ പഠിച്ചതെല്ലാം മറക്കാതെ ഹൃദയത്തിൽ വെച്ചുകൊള്ളണമെന്ന് സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. और उसके साथ जो कुछ भी हमने पढ़ा वो सब अपने हृदय में हृदयस्थ रखना, भूलना नहीं, ऐसा प्रेम में याद दिलाता हूँ। ദൈവഹിതമല്ല എങ്കിലും നമ്മളോട് സ്നേഹത്തിൽ ദൈവം ചില കഷ്ടങ്ങൾ വരുവാൻ അത് നിർബന്ധിതനായി തീരുന്ന കഷ്ടത്തിന് ദൃഷ്ടാന്തമായിട്ട് യാക്കോബിനെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി പഴയ നിയമത്തിൽ. और परमेश्वर की मर्जी ना हो, अनुमति ना हो तो भी हमारे जीवन में कुछ विषय, क्योंकि प्रभु का प्रेम हमारे ऊपर है, जो प्रभु उसके लिए जोर में आता है, मजबूर हो जाता है हमारे जीवन में करने के लिए, ये हमने याकूब के जीवन से सीखा। നമ്മുടെ അവിശ്വസ്തത കൊണ്ട് നാമായിട്ട് അറിഞ്ഞോ അറിയാതെ വിളിച്ചു വരുത്തുന്ന കഷ്ടങ്ങളാണ് അതൊക്കെ. हमारी अविश्वसता की वजह से या हमारी जो बातों में उल्लाहना की वजह से ये वो कष्ट है जो हम अपने ऊपर लाते हैं। പല വചനത്തിലൂടെയും കർത്താവിന്റെ ദാസന്മാർ മുഖാന്തരവും നമ്മളെ ഉപദേശിച്ചിട്ടും ചില കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കുവാൻ മനസ്സ് വയ്ക്കാത്തത് കൊണ്ട് ദൈവം ചില ബാലശിക്ഷകളിലൂടെ നമ്മളെ കടത്തി വിട്ടിട്ടാണെങ്കിലും വേണ്ടുകയില്ല നമ്മളെ ശുദ്ധീകരിച്ചെടുക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. परमेश्वर के दासों के द्वारा, प्रभु के वचनों के द्वारा कई मर्तबा हमें समझाने के बावजूद भी जब वापस परमेश्वर के उस मार्ग में नहीं आते, तो प्रभु क्योंकि हमसे प्रेम करता है, छोटी छोटी ताड़नाओं को देकर उस ताड़ना के द्वारा हमें शुद्ध करके फिर लौटाना चाहता है। സ്വർഗത്തിൽ നിത്യതയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരുടെ ആ സ്റ്റാറ്റസിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടേക്ക് പ്രവേശനം ഉണ്ടാകത്തുള്ളൂ. स्वर्ग में जो पवित्र भक्त लोग हैं और उनके उस मापदंड में, उसकी उस गुणवत्ता की ओर हम पहुंचेंगे तो ही हम स्वर्ग में प्रवेश कर सकते हैं। നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ആ തേജസ്സേറിയ അനുഭവങ്ങളുടെ ഘനങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ പ്രസ്താവിക്കുന്നുണ്ടല്ലോ. और हमें जो वहां की महिमा और वहां पे जो प्रतिफल मिलने वाला है उसके बारे में गंभीरता से अलग अलग जगहों में विस्तार से लिखा है। ഞാൻ പെട്ടെന്ന് തൊട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് ആ ഭാഗം വിടാൻ ആഗ്രഹിക്കുന്നു. कुछ भागों को छूकर जल्दी से निकलना चाहूंगा। എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു വരുമ്പോൾ അവിടെ 3 പ്രത്യേക അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. एफेसियों की पत्री पहले अध्याय को जब हम पढ़ेंगे तो वहां पर 3 बातों को देखेंगे। പൗലോസ് പറയുന്നത് യേശുക്രിസ്തുവിൽ കൂടെ എനിക്കൊരു വലിയ മർമ്മം വെളിവായി വന്നു എന്നാണ് പറയുന്നത്. पौलुस कहता है यीशु मसीह के द्वारा मुझे एक बहुत बड़ा भेद पता चला है। അത് യഹൂദന്മാരുടെ കാറ്റഗറിയിൽ പെടാത്ത വെറും ജാതികളായിരിക്കുന്ന നമുക്ക് ക്രിസ്തുവിനോടുകൂടി കൂട്ടവകാശം ലഭിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. और पहली बात है यीशु मसीह के साथ जो हमें भागीदारी मिलता है, जो विरासत मिलता है, उसके बारे में। രണ്ടാമത് പറയുമ്പോൾ യേശു ക്രിസ്തുവിനോടുകൂടി വാഗ്ദത്തങ്ങളിൽ പങ്കാളികളായി തീരുന്നു എന്നാണ്. और वहां पे दूसरा है यीशु मसीह के साथ उस जो प्रतिज्ञाओं के साथ हमें जो भागीदारी मिलता है, അങ്ങനെ ക്രിസ്തുവിനോടുകൂടി ഏക ശരീരസ്ഥരായി തീരുന്നു എന്നാണ് പറയുന്നത്. और ऐसे यीशु मसीह के साथ हम एक शरीर बन जाते हैं। 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 9-ാം വാക്യം 10-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഭാവന ചെയ്യാൻ പോലും കഴിയുന്നതിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് നിത്യതയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. पहले कोरिन्थियों 2:9 में हम ऐसा देखते हैं कि हम जो सोच भी नहीं सकते, समा नहीं सकते, ऐसे बातें हमारे लिए स्वर्ग में है। ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നവിടെ വായിക്കുന്നു. वहां पर ऐसा पढ़ते हैं परमेश्वर ने जो अपने लोगों के लिए रखा है, ना तो किसी आंख ने देखा है, किसी हृदय में सोचा है, ना किसी कान ने सुना है। അത് ഇംഗ്ലീഷിൽ വായിക്കുന്നതാണ് എനിക്ക് ഒന്നുകൂടെ മനസ്സിന് സുഖകരമായി തോന്നിക്കുന്നത്. उसको अंग्रेजी में पढ़ना मुझे थोड़ा और अच्छा लगता है और सुकून मिलता है। अरे बियॉन्ड और इमेजिनेशन എന്നാണ് ഇവിടെ പറയുന്നത്. वहां पर लिखा है कि हम जो फर्ज कर सकते हैं उससे भी परे, നമുക്ക് ഭാവന ചെയ്യാൻ പോലും കഴിയുന്നതിന് അപ്പുറത്തുള്ള കാര്യം എന്ന് പറയുന്നു. मतलब जो हम कल्पना भी नहीं कर सकते उससे भी परे है वो बात। ഒരു 30 മിനിറ്റെങ്കിലും അതിനെക്കുറിച്ച് വിവരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രി നിവൃത്തിയില്ലാതെ ക്ഷമിക്കുക. एक 30 मिनट उसके बारे में कहना इच्छा करता हूँ, लेकिन आज समय नहीं है, इसलिए आप लोग क्षमा करें। വീണ്ടും എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ ആ മുമ്പേ പറഞ്ഞ ഭാഗം താഴോട്ട് വരുമ്പോൾ പറയുന്നു അൺസർച്ചബിൾ റിച്ചസ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നു. और उसी के बाद अगर हम लोग वापस पढ़े एफेसियों की पत्री 3 में लिखे तो वहां पे जितना हम ढूंढ नहीं सकते ऐसा वहां पे धन के बारे में बताया गया है. അതെ, ഒരു മനുഷ്യന് ഇത്രത്തോളം എന്ന് സെർച്ച് ചെയ്ത് അതെ തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതിന് അപ്പുറത്തുനിന്നാണല്ലോ അതിന്റെ അർത്ഥം. मतलब एक व्यक्ति जो बटोरकर पूरी बातों को ढूंढकर जिसका हिसाब लाया जा सकता है, उससे भी ज्यादा वो ऐसा उसका मतलब होता है.
കൊരിന്ത്യലേഖനത്തിലേക്ക് വരുമ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് പറയുന്നു. कोरिन्थियों के पत्री में हम पढ़ते हैं, महिमा से महिमा पाकर अंश अंश होकर हम बिल्कुल वैसा बनते हैं. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പഠിക്കുമ്പോൾ ആമേൻ അതേ അവിടെ വായിക്കുന്നത് അവനെ താൻ ഇരിക്കുന്ന രൂപത്തിൽ കാണുന്നതുകൊണ്ട് നമ്മൾ അവനോട് സദൃശന്മാരാകും എന്നാണ് പറയുന്നത്. और वहां पर पहली यूहन्ना पिछले दिनों में वहां पर हमने पढ़ा 3:3 में जैसा लिखा है, जैसा वो है वैसा ही हम बनेंगे, उसके अनुसार हम बनेंगे, उसके अनुरूप बनेंगे. ഇങ്ങനെ അനേക വാക്യങ്ങൾ ഓർമ്മിക്കാനുണ്ടെങ്കിലും സമയം ലാഭിക്കാൻ അടുത്ത ഭാഗത്തേക്ക് വന്നോട്ടെ. ऐसे बहुत सी बातों को आपको याद दिलाया, लेकिन समय की कमी के कारण अगली बात की ओर आऊंगा. ആ അനുഭവം പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി നമ്മളെ പ്രാഗൽഭ്യമുള്ളവരാക്കി തീർക്കുവാൻ ചില കഷ്ടങ്ങൾ കൂടെ നമ്മളെ കടത്തി വിട്ടാൽ നാം ഭാരപ്പെടരുത്. और ऐसे अनुभव में हमें ले आने के लिए अगर कुछ कष्ट के द्वारा हमें यीशु मसीह परमेश्वर ले जाता है तो हमें दुख होने की कोई जरूरत नहीं है. നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിലെ സുഖകാലത്തേക്കാൾ കൂടുതൽ നമ്മുടെ കഷ്ടതയുടെ ശോധനയുടെ അനുഭവങ്ങൾ കൂടെ കടന്നുപോയപ്പോഴാണ് നമ്മുടെ ആത്മീയത്തിൽ കൂടുതലും പണികൾ നടന്നിട്ടുള്ളത്. और हम तमाम लोग जानते हैं कि हम जो सुख के जीवन बिता रहे थे उससे भी अधिक जब दुख में हम लोग थे या परीक्षाओं में हम लोग थे, उस समय में हमारे आत्मिक जीवन का निर्माण बेहतर हुआ है. ദൈവം പ്രവാചകന്മാരിൽ കൂടെ സംസാരിക്കുന്നു, മനസ്സോടെ അല്ലല്ലോ ഞാൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത്. और परमेश्वर जो है भविष्यवक्ताओं के द्वारा ये कहता है, मेरे मन से नहीं कि मैं परमेश्वर के पुत्र इंसान के पुत्र को मैं दुख देता हूँ. ഗോത്രപിതാക്കന്മാരുടെ കൂട്ടത്തിലുള്ള എബ്രാഹിമിനെ കുറിച്ച് പ്രവാചക പുസ്തകത്തിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് ഒരു വാക്യം. पुरानियों के बारे में हम लोग एफ्राइम के बारे में जब सीखते हैं तो ऐसा एक वचन लिखा है, യാക്കോബിന് യോസഫിന് എന്നതുപോലെ ദൈവത്തിനും വളരെ വാത്സല്യമുള്ളവനാണ് എബ്രാഹിം. याकूब और यूसुफ को जैसा प्रिय था वैसा ही परमेश्वर को भी प्रिय था एफ्राइम. ആമീൻ. എന്നാൽ തന്റെ ചില സ്വഭാവത്തിന്റെ ദോഷങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും ദൈവത്തിന് സന്ദർശിക്കേണ്ടതായി വന്നിട്ടുണ്ട്. लेकिन कई मर्तबा उसके स्वभाव के कारण और उसके गलत बातों के कारण परमेश्वर को उसको छूना पड़ा. ഒരു സ്നേഹമുള്ള അപ്പൻ തന്റെ മകനെ അവൻ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെയാണ് ഇസ്രായേലിനെ നടത്തിയെന്ന് ആവർത്തന പുസ്തകം 8-ലും 10-ലും ഒക്കെ നമ്മൾ പഠിക്കുന്നല്ലോ. और व्यवस्था विवरण में हम देखते हैं उसके 8 और 9 में ऐसा लिखा है, जैसा एक प्रेमी पिता अपने प्रिय पुत्र को ताड़ना देकर चलाता है वैसे मैंने एफ्राइम को चलाया. അങ്ങനെ എബ്രാഹിമിന്റെ പാവങ്ങളിൽ നിന്ന് എബ്രാഹിമിനെ വിടുവിച്ചെടുക്കുവാൻ വേണ്ടി ദൈവം അദ്ദേഹത്തെ ആ തലമുറയെ സന്ദർശിക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു പ്രവാചക പുസ്തകത്തിൽ. और प्रेम को जब उस समय में ऐसा ताड़ना देकर चलाया तो भविष्यवाणी की किताब में उनके बारे में परमेश्वर ने ऐसा लिखा है. അവിടെ പ്രവാചകൻ പറയുന്നു, എബ്രാഹിം നീ എന്റെ വത്സലപുത്രനോ ഓമനക്കുട്ടിയോ, നിന്നോട് സംസാരിക്കുമ്പോഴൊക്കെയും എനിക്ക് നിന്നോട് സ്ഥായി തോന്നുന്നു എന്നാണ് അവിടെ പറയുന്നത്. वहां पर लिखा है कि तू मेरा स्नेह करने वाला, तू मेरा प्रिय पुत्र है, जब कभी तुझसे मैं बात करता हूँ तो मुझे तुझ पर दया आता है. ദൈവം സംസാരിക്കുന്നത് ചില കഷ്ടതയിലൂടെ തന്നെ കഷ്ടതയിലൂടെ കടത്തിവിട്ട് തന്റെ കഷ്ടതയുടെ അനുഭവങ്ങളിൽ കൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. कई मर्तबा परमेश्वर जो है कष्ट के द्वारा हमें अगुवाई करा के उस कष्ट के द्वारा हमसे बात करता है. വളരെ കഷ്ടങ്ങൾ കൂടെയാണ് കടന്നു പോകുന്നെങ്കിലും ദൈവം പറയാണ്, ഈ അനുഭവത്തിൽ കൂടെ ഞാൻ കടത്തി വിടുമ്പോൾ എന്റെ മനസ്സ് ഉരുകുന്നുണ്ട്, എനിക്ക് നിന്നോട് സ്ഥായിയുണ്ട്, പക്ഷേ നിന്റെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ എനിക്ക് ഇങ്ങനെ കടത്തി വിടാതിരിക്കാൻ കഴിയത്തില്ല. बहुत कष्ट के द्वारा जब तुझे ले जाता हूँ तो मुझे बहुत दुख होता है और मुझे तुझ पर दया भी आता है, लेकिन अगर मैं ऐसा ना करूँ तो ये भी संभव नहीं है, इसलिए तुझे इस अनुभवों के द्वारा मैं ले जाता हूँ. ഇസ്രായേൽ ചരിത്രം മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ അവര് ജീവിതത്തിന്റെ വർഷത്വങ്ങളിൽ അവരെ മടക്കിയെടുക്കാനായിട്ട് ദൈവദാസന്മാരെ കൊണ്ട് വളരെ ശക്തമായി ദൈവം പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. और इस्राएल के चरित्र को पूरा हम पढ़े तो कई बार उनकी गलतियों से मन फिराने के लिए ऐसे भविष्यवक्ताओं के नबियों के द्वारा बहुत मर्तबा उन लोगों से बात किया है. ആ ദൈവദാസന്മാർ അവരോട് സംസാരിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്തിട്ട് അവര് ദൈവദാസന്മാരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തതായിട്ടാണ് പുസ്തകം പഠിപ്പിക്കുന്നത്. और हमें किताब ये भी सिखाता है, जब भी प्रभु के दासों ने या फिर भविष्यवक्ताओं ने उनको ये प्रवचन सुनाया या उनकी बातों को बताया तो इस बात से ठेस पहुंचकर उन्होंने बहुत से लोगों को मार भी दिया. അവർക്ക് മനസ്സിലായില്ല, ഒരു പോസ്റ്റ്മാൻ നമ്മുടെ ഭവനത്തിൽ ഒരു സന്ദേശം കൊണ്ടു തരുന്നത് പോലെ അവൻ ഒരു മീഡിയേറ്റർ ആയിട്ട് മാത്രമാണ് ദൈവം അവരെ ഉപയോഗിക്കുന്നത് എന്ന് പറയില്ലേ, ആ ദൂതിന്റെ ഉടമസ്ഥൻ ദൈവമാണെന്നുള്ളത് തിരിച്ചറിയുന്നില്ല. और ये बात वो नहीं समझ पाए, जैसा एक डाकिया डाकघर से कोई पत्र आके हमें देता है, वो तो केवल एक दूत का काम करता है, लेकिन उसका संदेश जो है वो संदेश भेजने वाले का है, डाकिया का नहीं है. इस बात को वो भूल गए. പലപ്പോഴും ദൈവജനത്തിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള തകരാറുകൾ സംഭവിക്കാറുണ്ട്. और कई बार जो है मसीह लोगों के बीच में भी यही समस्या है. ദേവദാസന്മാർ നമ്മുടെ മധ്യേ വിശ്വസതയോടെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വചനങ്ങൾ പറയുമ്പോൾ നമ്മുടെ നാം വളരെ താലോലിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ചില പാപങ്ങളെ തൊട്ട് സംസാരിച്ചെന്ന് വന്നേക്കാം.
और कई बार परमेश्वर के दास लोग प्रभु की उपस्थिति में बैठकर पाकर जो हमसे बात करते हैं, तो कई बार हम जो पाप जो खुशी से करते हैं या फिर जिसको हमने अपना बना के रखा है उसके खिलाफ जब बात करते हैं तो हमें अच्छा नहीं लगता। അവര് ശുശ്രൂഷിക്കുന്ന പ്രസംഗത്തിന്റെ നേരെയാണ് പലപ്പോഴും കണ്ണുമുഴപ്പിക്കുന്നത്. और कई बार उनका जो सेवकाई है या उनका प्रचार है उसके खिलाफ हम आंख बड़ा करते हैं। മൂടി ഒരിക്കൽ പറഞ്ഞൊരു വാക്യം പലപ്പോഴും ഓർക്കാറുണ്ട്. मूडी ने जो कहा वो वाक्य मुझे याद आता है। അദ്ദേഹം ദൈവത്തിന്റെ വചനം അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ സംസാരിക്കുമ്പോൾ പലരുടെയും മുഖം ഇരുളുന്നത് കാണുമ്പോൾ താൻ ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. मैंने ऐसा सुना है कि जब वो प्रचार करते थे, क्योंकि किसी के साथ कोई भी वो समझौता नहीं करते थे और वचन को जैसा है वैसा शुद्ध रीति से कहते थे, बहुत लोगों का चेहरा जब काला पड़ जाता था तो वो ऐसा कहते हैं। അദ്ദേഹം യാതൊരു സങ്കോചം കൂടാതെ സമയത്ത് പറയും, ഞാൻ പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ദൈവത്തോട് പറ എന്ന് പറയാറുണ്ട്. और वो कहते थे, जो मैं कहता हूँ अगर तुझे वो अच्छा नहीं लगता तो तू परमेश्वर को बोल। കാരണം ഇതിന്റെ ആള് ഞാനല്ല, എന്റെ പറയിൽ ഒരുവൻ നിന്നുകൊണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നിനക്ക് പരാതി ഉണ്ടെങ്കിൽ നേരെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലെന്ന് പറയാറുണ്ട്. क्योंकि इसका मालिक मैं नहीं हूँ, मेरे पीछे एक खड़ा होकर मुझसे ये बुलवा रहा है, और इसलिए अगर तुझे कोई शिकायत है तो उससे शिकायत कर। ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ ആളുകളിൽ ആർക്കും അങ്ങനെയുള്ള ദുർഗതി വരാതെ ഇരിക്കട്ടെ എന്ന്. और मेरी इच्छा और प्रार्थना है हमारे बीच में ऐसा किसी को ऐसी बात ना हो। ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നത് ഈ ദിവസങ്ങളിലേക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ ആയുസ് മുഴുവൻ ഹൃദയത്തിൽ വെക്കാനുള്ളതാണെന്ന് ഇന്നലെ പറഞ്ഞതുപോലെ വീണ്ടും ഓർമ്മിക്കുന്നു. और कल जैसे कहा, आज फिर दोहराऊंगा, ये जो वचन हम सुन रहे हैं, एक दिन, 2 दिन, 1 माह या 1 साल के लिए नहीं, हमारे जीवन भर हमारे हृदय में इस बातों को, इस वचनों को रहना है। അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം ദൈവദാസന്മാർക്കൂടെ സംസാരിച്ചിട്ട് നമ്മൾ യഥാസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ നമ്മളുള്ള സ്നേഹം കൊണ്ട് ദൈവം ചിലപ്പോൾ അവന്റെ ബാലശിക്ഷയുടെ വഴി നമ്മുടെ നേരെ ഉപയോഗിച്ചെന്ന് വന്നേക്കാം. और इसीलिए जब अच्छे स्थिति में हम होते हैं, प्रभु के दास लोग, नबी लोग जब वचन के द्वारा हमसे बात करते हैं, उस समय में अगर वचन को ग्रहण करके अपने जीवन को हम नहीं सुधारेंगे, क्योंकि परमेश्वर हमसे प्रेम रखता है और हमें खोना नहीं चाहता, उस समय वो ताड़ना की छड़ी लेकर हमें थोड़ी ताड़नाएं देगा। എന്തായാലും നമ്മുടെ കഷ്ടതയുടെ സമയത്ത് ദൈവം ആ കഷ്ടതയിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. लेकिन जो भी हो, उस कष्ट के द्वारा, संकट के द्वारा भी हमारे प्रभु हमसे बात करने का संदर्भ है। ആ സന്ദേശം എന്താണെന്ന് മുഴങ്കാലിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ദൈവം പറയുന്ന ദൂത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പണിതെടുത്ത് നമുക്ക് അവിടെ വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. और वो वचन क्या है इसको समझने के लिए अगर हम अपने घुटनों पे बैठते हैं तो वहां पर परमेश्वर जो वचन बता रहा है वो वचन हम समझ पाएंगे, और वो कष्ट का पहचान हम कर पाएंगे, और परमेश्वर का उद्देश्य को हम जान पाएंगे। എന്തായാലും ഇങ്ങനെയുള്ള കഷ്ടങ്ങളെ എല്ലാം കൂടെ മുമ്പിൽ കണ്ടുകൊണ്ട് ഹിതപ്രകാരമുള്ളതും അല്ലാത്തതുമായ ദൈവമക്കൾ അനുഭവിക്കുന്ന മുമ്പേ പറഞ്ഞ ഉന്നതമായ തേജസ്സേറിയ അനുഭവം പ്രാപിക്കാൻ വേണ്ടി, അതിന്റെ ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുവാൻ നമുക്ക് നൽകി തരുന്ന ആ കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ദൈവാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്. लेकिन जो कुछ भी हो, परमेश्वर की आत्मा ये कहता है कि कई मर्तबा, क्योंकि हमारे जीवन में ऐसा हम लोग समझ नहीं पाते, इसलिए प्रभु हमसे प्रेम करके वो जो स्वर्गीय तमाम अनुग्रह है, तमाम महिमा है, उस महिमा में हमें पहुंचाने के लिए ऐसी विषयों को हमारे जीवन में वो ले आता है। അതെ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നത്, ദൈവാത്മാവിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വ്യാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. रोमर की पत्री 8 में प्रेरित पौलुस ऐसा कहता है कि अगर हमें जो स्वर्गीय महिमा या वो धन मिलने वाला है, उसके सामने ये तात्कालीन कष्ट कुछ भी नहीं। ആമേൻ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ താൻ അത് വിവരിക്കുന്നതിങ്ങനെയാണ്, നൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം പ്രാപിക്കുവാൻ ഇടയാകും. और जो दूसरी कोरिन्थी 4 उसके वहां पर उसके आखिरी भागों में हम ये देख सकते हैं, वहां पर ऐसा लिखा है कि कल समय की छोटी सी जो बातें हमारे जीवन में आता है, वो जो है वो कष्ट जो है वो कुछ भी नहीं है। ആമേൻ. ഈ കഷ്ടങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. और ये कष्ट के बारे में जब हम पढ़ते हैं तो हम लोग को ये बात स्मरण रखना, ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ ഒരിക്കൽ പറഞ്ഞൊരു വാക്ക് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. अभी जो स्वर्गलोक में विश्राम कर रहा है, वो प्रभु की दास ने जो एक बात कहा था वो मुझे याद आता है। ഇങ്ങനെ ദൈവമക്കളെ ദൈവം പണിതെടുത്ത തേജസ്സേറിയ അനുഭവത്തിനായിട്ട് ഒരുക്കുമ്പോൾ നാം ഈ ആയുസ്സിൽ അനുഭവിച്ച മുഴുവൻ കഷ്ടങ്ങളും നിത്യതയിലെ സന്തോഷത്തിന്റെ ആദ്യത്തെ സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾ മറന്നു പോകുമെന്നാണ്. वो प्रभु के दास ने एक बार ऐसा कहा था, हम जितना भी कष्ट और जितना भी दुख यहाँ पर अनुभव करते हैं, उस समय जब वहां पर उस अनंतता में हम पहुंचेंगे, वहां की पहली क्षण में ये तमाम दुख हम भूल जाएंगे। കർത്താവായ യേശുവച്ചൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഭാഗം വിട്ടോട്ടെ.
यीशु मसीह ने जो बात कही वो एक बात कहकर उस भाग को छोड़ना चाहूंगा। ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഒരു സ്ത്രീക്ക് അവളുടെ പ്രസവത്തിന്റെ സമയമാകുമ്പോൾ അവർക്ക് ദുഃഖമുണ്ട്. यूहन्ना के पद में ऐसा लिखा है कि जब एक स्त्री अपने प्रसव के समय निकट आता है तो उसे दुख होता है। എന്നാൽ ആ പ്രസവത്തിലൂടെ അവൾ ഒരു കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ ഒരു തലമുറയെ തനിക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷത്താൽ അവളുടെ കഷ്ടം മറന്നു പോകുന്നു. लेकिन उस प्रसव के पीड़ा के बाद जब उसे एक बच्चा मिलता है तो वो बच्चे को जब वो देखती है, जब अपनी अगली नस्ल को वो देखती है तो उसका पूरा प्रसव का पीड़ा वो भूल जाती है। എന്നിട്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. और फिर यीशु मसीह कहता है, उस दिन तुम मुझसे कोई सवाल नहीं करोगे। ഇന്ന് പല പ്രതികൂലങ്ങളിലൂടെയും ശോധനകളിലൂടെയും കഷ്ടങ്ങളിലൂടെയും നഷ്ടങ്ങളിലൂടെയും ഒക്കെ നാം ദൈവമക്കൾ കടന്നു പോകുമ്പോൾ ആമേൻ, നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ആലോചന പറഞ്ഞു തരുവാനായിട്ട് പലരെയും കിട്ടാതെ വരുമ്പോൾ ആമേൻ, ദൈവം ഇതിനെക്കുറിച്ച് സംസാരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഞാൻ അറിയുന്നില്ല, കർത്താവേ ഇതെന്തുകൊണ്ട് ചോദ്യവുമായി നിൽക്കുന്നുവെങ്കിൽ ഈ ആയുസ് മുഴുവനും നമ്മൾ അതിന് ഭാഗം മുറുകുറുക്കാതെ വചനപ്രകാരം നിന്നിട്ട് ദൈവസന്നിധിയിൽ കടന്നു ചെന്നാൽ അവിടെ നിത്യതയിൽ കിട്ടുന്ന ആ സന്തോഷത്തിന്റെ മുമ്പിൽ അത് അനുഭവിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, കർത്താവേ നിനക്ക് നന്ദി, ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലാകുന്നു, വാസ്തവമായി നീ എന്നെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ നടത്തേണ്ടിയിരുന്നത്, ഇതിന്റെ മർമ്മം ഞാൻ ഗ്രഹിച്ചില്ലല്ലോ എന്ന് പറയുവാനിടയായി. हमारे कष्ट के समय, हमारे संकट के समय, हमारे दुख के समय कई मर्तबा हो सकता है हम परमेश्वर के सामने सवाल करें, क्यों मेरे साथ ये हो रहा है, कोई मुझे क्यों समझाता क्यों नहीं, किसी व्यक्ति को मेरे पास भेजकर ये सब क्यों नहीं बताते। लेकिन जब हम उस परमेश्वर के पास उस अनंतता में पहुंचेंगे, वहां की तमाम महिमाओं को और वहां की तमाम धन को हम देखेंगे, तो उस समय में पल भर में हम तमाम बातों को हम प्रभु को धन्यवाद करने लगेंगे। प्रभु तू मुझे वैसा ही लेके आना था, इसके अलावा और क्या तू मुझसे करता, और जो भी तूने मेरे साथ किया उसके लिए धन्यवाद। और कोई भी सवाल वहां पर हम परमेश्वर से नहीं करेंगे। ഇത് നമ്മുടെ ഹൃദയത്തിലിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ये हमारे हृदय में हम रखे, प्रभु का धन्यवाद। ആമേൻ. ആകെ അല്പം കാര്യങ്ങൾ കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ഓടി വരാം. और इतने भाग को हमारे मन में रखकर अगली भाग की ओर हम दौड़ के आएंगे। അവസാനമായി നമ്മൾ പഠിച്ചു വന്നത് നിരീക്ഷണത്തിലെ മൂന്നാമത്തെ കാര്യത്തിൽ ദൈവഹിത പ്രകാരം ദൈവഹിതമല്ലാതെ നമ്മുടെ ജീവിതത്തിന്മേൽ യാക്കോബിന് വന്നതുപോലുള്ള കഷ്ടങ്ങൾ. और निरीक्षण में तीसरा भाग जो हमने पढ़ा, परमेश्वर की इच्छा के अनुसार याकूब के ऊपर जैसा कष्ट और संकट आया वैसे संकट जो हम सामना करते हैं। അതിൽ രണ്ടെണ്ണമാണ് നമ്മൾ പഠിച്ചത്. ബാക്കിയെല്ലാം ഞാൻ ഹെഡിങ്ങുകൾ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുകയാണ്. उसमें 2 विषयों को हमने सीखा, बाकी तमाम बातों का शीर्षक बताकर दौड़ना चाहूंगा। അതിനുശേഷം നമുക്ക് നിരീക്ഷണത്തിലെ നാലാമത്തെ കാര്യം പറഞ്ഞതിന് ശേഷം പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. उसके बाद उसका चौथी बात को बताकर निरीक्षण के बारे में उसको छोड़कर प्रार्थना का विषय कहना मैं इच्छा रखता हूँ। ദൈവമില്ലാത്ത കഷ്ടങ്ങളിൽ ഒന്നാമത് നമ്മൾ പഠിച്ചത് ചില ആളുകൾ ദൈവഹിതത്തോടും ദൈവഹിതത്തോടും മത്സരിക്കുന്നത് കൊണ്ട് ഇന്നലെ കാണുകയുണ്ടായി. कल हमने देखा कुछ कष्ट जो परमेश्वर के मर्जी के खिलाफ हमारे जीवन में आता है, क्योंकि हम हटीले हैं, परमेश्वर के लोग, और परमेश्वर के वचन के खिलाफ उसके विरोध में हम खड़े होते हैं। രണ്ടാമത് നമ്മൾ കണ്ടത് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ സ്നേഹത്താലും നന്ദിയാലും നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സ് വെക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ കഷ്ടങ്ങൾ കൂടെ കടന്നുപോയെന്ന് വന്നേക്കാം. और दूसरा हमने सोचा परमेश्वर जो करता है, जो भलाई हमारे जीवन में देता है, उसको स्मरण करते हुए अगर प्रभु को हम सही मायने में धन्यवाद नहीं करते, स्तुति नहीं करते, तो इस कारण हमारे जीवन में जो संकट आ सकता है। ജീവിതത്തിൽ സുഖമായിക്കൊള്ളട്ടെ ദുഃഖമായിക്കൊള്ളട്ടെ ഏത് അനുഭവങ്ങൾ കൂടെ കടന്നുപോയാലും നാം ദൈവത്തെ ആരാധിക്കുവാൻ കടപ്പെട്ടവരാണ്. जीवन में दुख हो चाहे खुशी हो या कोई भी अवस्था क्यों ना हो, हर संदर्भ में परमेश्वर की आराधना करने के लिए हमारे जीवन में अनिवार्य है। നമ്മൾ ആരാധന സ്വീകരിക്കുവാൻ ദൈവത്തിന് അർഹതയുമുണ്ട്. और हमारे से आराधना ग्रहण करने के लिए परमेश्वर योग्य भी है। നമുക്ക് മറുപടി നമ്മുടെ ദൈവപ്രകാരമുള്ള ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടത്തില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് ഇനിയുള്ള ജീവിതത്തിൽ ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ പോലും നാം ഭാഗ്യമുള്ളവരാണ്. मैं ये नहीं कहता कि परमेश्वर की इच्छा के अनुसार जो प्रार्थनाएं हम करते हैं उसका उत्तर जवाब हमें नहीं मिलेगा, लेकिन अगर एक बार सोच लो अगर हमें नहीं भी मिले तब भी हम परमेश्वर की आराधना स्तुति करना है। ഈ വചനങ്ങൾ പ്രകാരം നമ്മൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ശരീരം വിട്ടു മാറുന്ന നിമിഷം തന്നെ മുമ്പേ പറഞ്ഞ ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. और जैसा पहले बताया, अगर इन तमाम अवस्थाओं में हम रहते हैं और उसके बाद जिस क्षण हम इस शरीर को छोड़ेंगे उसी क्षण हम स्वर्गीय आत्मीय उस आनंद की ओर हम प्रवेश करेंगे।
അതുകൊണ്ടാണ് ദൈവമക്കളെ ഉപദ്രവിക്കുവാനായിട്ട് കടന്നു വരുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ ജയിക്കുവാനായിട്ട് നമുക്ക് സർവായുധ വർഗ്ഗങ്ങൾ തന്നിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രത്യേക ആയുധമാണ് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മുടെ തലയിൽ നമ്മുടെ മനസ്സിനെ കേടുവരുത്താതിരിക്കാൻ ധരിക്കാൻ നമ്മുടെ തലയിൽ അത് ശിരസ്ത്രമണിയണമെന്ന് പറഞ്ഞിരിക്കുന്നത്. और इसीलिए और ऐसे समय में शत्रु जब हमारे खिलाफ आक्रमण करे तो उस आक्रमण में हम लोग ढह न जाए, इसलिए परमेश्वर ने उसका सारे औजार और हथियार हमें दिया है और उसमें एक खास हथियार हमें दिया है हमें अपने आप की सुरक्षा करने के लिए, वो है हमारे सर का टोप। എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് രക്ഷ എന്ന ശിരസ്ത്രമണിയുക എന്നാണ്. एफेसियों की पत्री 6 अध्याय में उसके बारे में उद्धार का टोप लिखा है। കേരളത്തിൽ ബൈക്കിൽ യാത്ര ചെയ്യുന്നവരെ ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. और केरला में जो बाइक में यात्रा करते हैं उनके लिए हेलमेट जो है वो अनिवार्य है। അത് ഗവൺമെന്റിന് വേണ്ടി ധരിക്കാൻ പറയുന്നതല്ല, അത് യാത്ര ചെയ്യുന്ന വ്യക്തിയുടെ സുരക്ഷത്തിന് വേണ്ടി ധരിക്കാൻ പറയുന്നതാണ്. और वो गवर्नमेंट के लिए नहीं है, जो यात्रा करता है उसकी सुरक्षा के लिए उसको हेलमेट पहनना है। നമ്മുടെ തലയ്ക്ക് കേടുവരാതിരിക്കാനാണ്, കേടുവരാൻ വളരെ സാധ്യതയുണ്ട് ബൈക്ക് യാത്രയിൽ, അപ്പോൾ തലയ്ക്ക് കേടുവരാതിരിക്കാനാണ് ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത്. और हम जब बाइक में यात्रा करते हैं तो और अगर कोई अपघात या दुर्घटना हो जाए तो हमारी सर पे चोट ना लगे, इसलिए उस चोट से बचने के लिए हमको हेलमेट पहनने को कहा जाता है। ക്ഷമിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയാത്തവരല്ലെന്നുള്ള ചിന്തയിലല്ല പറയുന്നത്. ഈ ദൂതിന് മുമ്പാകെ എനിക്ക് അങ്ങനെ പറയേണ്ടി വരുന്നു. क्षमा करना, आप लोग को ये बात से आप अवज्ञात है इसलिए नहीं, लेकिन इस प्रभु के वचन के सामने मुझे ये कहना पड़ता है। ആമീൻ. അതെ, ഈ തലയ്ക്ക് കേട് വരാതിരിക്കാൻ ഹെൽമെറ്റ് എന്നതുപോലെ തലയ്ക്കകത്ത് തലച്ചോറ്, ആ തലച്ചോറോട് ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. മനസ്സ്, മൈൻഡ്. और हमारे सर को चोट ना लगे क्योंकि इस सर के अंदर जो है हमारा दिमाग है और उस दिमाग में हमारा मन है। ചില ആൾക്കാർ ചോദിക്കും, നിന്റെ ദിമാഗ് എന്നാ ഖരാബായോ എന്ന് ചിലപ്പോൾ ചോദിക്കാറില്ലേ? कुछ लोग पूछते हैं ना, तेरा दिमाग को क्या हो गया, दिमाग खराब हो गया है क्या? എന്ന് പറയുന്നത് പോലെ ദൈവമക്കളായ നമുക്കെതിരെ ആ ശത്രുവായവൻ അവന്റെ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ അവൻ നമ്മുടെ മനസ്സിനെതിരെ ചില പോരാട്ടങ്ങൾ നടത്തും. बिल्कुल ऐसे ही जब हमारे खिलाफ शैतान जब लड़ाई करता है तो वो हमारे दिमाग और हमारे मन के खिलाफ अपनी लड़ाई करता है। ദൈവം നമ്മളെ പരീക്ഷിക്കുവാനും പരിശോധിച്ച യോഗ്യന്മാർ തെളിയിക്കുവാനും അതേ തിരുവനന്തപുരത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് മാറി നടക്കുന്ന നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി എടുക്കാനും ഒക്കെ ആയിട്ട് വിവിധ കഷ്ടങ്ങൾ കൂടെ കടത്തി വിടുമ്പോൾ അവൻ നമ്മുടെ മൈൻഡിനകത്തിരുന്നോണ്ട് മൈൻഡിനോട് സംസാരിക്കാൻ തുടങ്ങും. നീ രക്ഷിക്കപ്പെട്ട പൈതലല്ലേ, നീ വസ്തു എടുത്ത് നടത്തുന്നില്ലേ, ഈ കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നില്ല, പിന്നെ നിനക്ക് ഇത്രയും ഇങ്ങനെ വരാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പുണ്ണാക്കാൻ സാധ്യതയുണ്ട്. और जब होता है परमेश्वर हमें परखने के लिए अलग अलग बातों के द्वारा ले जाता है, ऐसे परखने से जांचने से जब हमारे द्वारा ले जाता है उस समय शैतान जो है हमारे मन के खिलाफ वो युक्ति लड़ता है। वो हमें कहेगा तू तो बाइबल पढ़ता है, तू तो ये करता है, फलाना करता है, सेवा करता है, ये सब होने के बावजूद तेरे साथ ये क्यों होता है? ऐसा हमारे मन को वो पूरी तरह से इंफेक्ट करने को देखेगा। അപ്പോഴാണ് മുമ്പേ പറഞ്ഞ രക്ഷയുടെ ശിരസ്ത്രത്തെ കുറിച്ച് അല്പം കൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, രക്ഷയുടെ പ്രത്യാശയെ ശിരസ്ത്രമാക്കുക എന്നവിടെ പറയുന്നു. पहली തെസ്സലോനി 4 और 5 में लिखा है उद्धार का शिरस्त्र को हमें रखना है, ऐसा लिखा है। രക്ഷയുടെ ശിരസ്ത്രം നമ്മൾ അണിയാനായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. और उद्धार की स्टोप को पहनने को वहां पर लिखा गया है। നമുക്ക് അസഹനീയമായ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മുടെ രക്ഷിക്കപ്പെട്ട എനിക്ക് വിശ്വസ്തയോടെ നിന്ന് ഈ കഷ്ടതയിലൂടെ ഒരുക്കപ്പെട്ടാൽ ഈ ലൗകിക ലോകം വിട്ട് ദൈവത്തിലേക്ക് ചേർക്കപ്പെടുമ്പോൾ എനിക്ക് ലഭിക്കാൻ പോകുന്ന പ്രത്യാശ എത്ര വലുതാണെന്ന് ആ പ്രത്യാശയെ ധ്യാനിച്ച് ഈ ശത്രുവിനെ നമ്മൾ നിരാശപ്പെടുത്താൻ വരുന്ന ശത്രുവിനെ ജയിക്കണം. तो वहां पर जो है ऐसी जो परिस्थिति हमारे जीवन में होता है, ऐसे बातें जो हमारे जीवन में होता है, उसे इस प्रकार अगर हम उससे निडर होकर हम लड़ाई लड़कर जयवंत हो जाते हैं और तो हमें जो है ऐसा जो शिरस्त्र जो है ये टोप अगर हम पहनते हैं तो इन विषयों से हम बचे रह सकते हैं। അതുകൊണ്ടാണ് ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മകളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വാക്കുകൂടെ അവിടെ ചേർക്കുന്നുണ്ട്. 61-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, കർത്താവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗങ്ങളാണല്ലോ അതിന്റെ ആദ്യ ഭാഗങ്ങൾ മുഴുവനും. അവിടെ വിഷണ്ണ മനസ്സിന് പകരം ഞാൻ സ്തുതി എന്ന മേലാട അണിയിക്കും. और वहां पर हम देखते हैं यशायाह नबी की किताब में 61 में जब हम पढ़ते हैं तो परमेश्वर के बारे में वहां पर जो लिखा है वहां पर ये बताया गया, पहले से जब हम पढ़ते हैं तो जो भूखा है उसके ऊपर परमेश्वर वो बोलता है वो कपड़ा पहनाऊंगा। ആമേൻ. വിഷണ്ണ മനസ്സ് എന്നുള്ളതിനെ കുറിച്ച് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെൽഫ് പിറ്റി എന്നാണെന്ന് തോന്നുന്നു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. और अंग्रेजी में जो लिखा है जो खुद पर जो तरस आता है ऐसी अवस्था.
നമുക്ക് നമ്മെ കുറിച്ച് തന്നെ ഒരു അയ്യോഭാവം തോന്നുക, ഒരു ദുഃഖം തോന്നുക, നമ്മൾ നിരാശപ്പെട്ടു പോകുക, ഒരു എന്താ പറയണ്ടത്, ഒരു വിഷണ്ണ മനസ്സിനെ അടിമപ്പെട്ടുകൊണ്ട് അങ്ങനെ നിരാശ പിശാച് നമ്മളെ അടിപ്പെടുത്താൻ കടന്നു വരുമ്പോൾ, മെന്റൽ ഔട്ട് ആകുന്നത് പോലെ ഒരു അവസ്ഥ വരുമ്പോൾ, ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും വിശുദ്ധ ജീവിതത്തിലേക്ക് മുന്നേറുവാനും കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ന്യായപ്രമാണ യുഗത്തിൽ പിറന്നവനല്ല, കൃപായുഗത്തിൽ പിറന്നവനാണ്. എന്റെ കർത്താവ് കൃപ തന്നാൽ ഇതിന്മേലെല്ലാം ജയമെടുത്തുകൊണ്ട് ഒരു ദിവസം എന്റെ കർത്താവിനെ പോലെ ആകുവാൻ ഇടയായി തീരുമെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാനിടയായി തീരും. और ऐसा हम करते हैं तो जैसा यहाँ पर लिखा है कि कई बातों को सामने जब हम करते हैं और बहुत सी जो कष्ट का अनुभव के बीच में भी हम रुकते हैं तो हम गिरेंगे नहीं, लेकिन उसके बीच में भी मेरा परमेश्वर में मैं विश्वास करता हूँ और उस पर मुझे पूरा भरोसा है, उसमें मुझे आशा है। ऐसा कर कर प्रभु का वचन जो है, उसकी आज्ञा जो है, जहाँ पर वो हमें उद्धार पाने के लिए, मन फिराने के लिए या फिर बपतिस्मा लेने के लिए जो बात कहा है, इन तमाम बातों को सुनकर अगर प्रभु की आज्ञाओं को हम मानते हैं तो निश्चित तौर पर परमेश्वर के लिए, परमेश्वर के सामने जो है इन तमाम विषयों से जयवंत होकर निकल सकते हैं। അതുകൊണ്ട് ദൈവമക്കൾ സ്തുതിക്കുന്നതിൽ ഒട്ടും അമാന്തിക്കല്ലെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. और इसलिए प्रभु के प्रेम में आप लोगों को याद दिलाना चाहूंगा, आप लोग महिमा और स्तुति करने में बिल्कुल भी संकोच नहीं करना। ഇതുവരെ നമുക്കായി ചെയ്ത ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്, നമുക്ക് ധാരാളമായി ദൈവത്തെ സ്തുതിക്കുവാൻ. अभी तक हजारों वो चीजें हैं जो प्रभु ने भलाई हमारे लिए किया है, जिसे स्मरण करके हम प्रभु को धन्यवाद देना है। ചില സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ പിശാച് കടന്നാക്രമണം നടത്തുമ്പോൾ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുന്നതിൽ വിഘ്നം കാണിക്കുകയും ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ നിരാശയ്ക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾക്ക് മാനസികമായി പല ബുദ്ധിമുട്ടുകൾ വരാനായിട്ട് സാധ്യതകളുണ്ട്. लेकिन कुछ परिस्थितियों के बीच में, संकटों के बीच में जब शैतान इस तरह से हमारे मन को आक्रमण करता है और ऐसे गलत बातों को, नकारात्मक बातों को हमारे मन से कहता है, तो हो सकता है हम भी मानसिक एक कमजोरी हमारे अंदर आ जाए। ഏതെങ്കിലും മാനസിക സംഘർഷത്തിൽ കൂടെ കടന്നു പോകുന്നവരാരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഈ രാത്രി കാലം ഈ തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നിരന്തരമായി സ്തുതിച്ച് ആ വിഷയത്തിൽ ഒരു ബ്രേക്ക് ത്രൂ പ്രാപിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. और ऐसे मानसिक संतुलन या फिर ऐसे मानसिक संघर्ष से कोई अगर हमें सुन रहा है तो आज प्रार्थना करते हैं कि परमेश्वर उनको उस विषय में से वो छुड़ाई दे दे। നമ്മുടെ ദൈവമക്കളിൽ ആരും തന്നെ വിഷയങ്ങളുടെ രൂക്ഷത നിമിത്തം ഒരു മാനസിക രോഗിയായിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. परमेश्वर ये इच्छा नहीं करता हम में से कोई भी मसीही व्यक्ति जो है और वो जो परेशानी जो उसकी चरम सीमा के वजह से कोई अपनी मानसिक संतुलन खो बैठे। ആമേൻ. 84 സംഘത്തിൽ പറയുന്നു, അമാവാസിയിലും നമ്മുടെ ദൈവത്തിന്റെ ഉത്സവ ദിവസമായിരിക്കുന്ന പൗർണമാസിയിലും ദൈവത്തിന്റെ കാഹളം ഊതുവീൻ. भजन संगीता में पढ़ते हैं अमावास को भी और पूर्ण चंद्रमा के समय में भी हमारे परमेश्वर के लिए तुरी फूकी जाए। അമാവാസി എന്ന് പറയുന്നത് ദൈവങ്ങൾക്ക് അറിയാമല്ലോ, കർത്തവാവിന്റെ ദിവസം, ചന്ദ്രനെ ഒട്ടും കാണാൻ കഴിയാത്ത ഇരുണ്ട രാത്രിയുടെ അനുഭവം. अमावास्या का मतलब तो तमाम लोग जानते हैं, जिस दिन चंद्र नहीं होता रात में और पूरी तरह से घोर अंधेरा छाया होता है। പൗർണമാസി എന്ന് പറഞ്ഞാൽ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയം. और पौर्णिमा का समय वो होता है जब पूर्ण चंद्रमा होता है। അവൻ ജീവിതത്തിൽ സന്തോഷത്തിന്റെ അനുഭവം കടന്നു വന്നാലും ദുഃഖത്തിന്റെ കാഠിന്യത്തിൽ കൂടെ കടന്നു പോയാലും ദൈവമക്കൾ ഒരുപോലെ ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. तो उस भजन में और प्रभु की आत्मा की अपेक्षा ये है, चाहे दुख हो, चाहे तकलीफ हो या हर्ष उल्लास का समय क्यों ना हो, दोनों ही संदर्भों में हमें प्रभु का धन्यवाद और स्तुति और महिमा करते रहना है। ഹൃദയമായി പറയട്ടെ, ഇതിന്റെ ഹെഡിക്ക് മാത്രം പറഞ്ഞു പോയിട്ട് അടുത്ത വിഷയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കും. വളരെ ശക്തമായ ദൈവാത്മാവിനെ പിടിച്ചു നിർത്തിയത് കൊണ്ട് ഈ കാര്യം സംസാരിക്കുന്നു. दिल से कहता हूँ कि बहुत ही प्रभावशाली रूप से प्रवर्त के ऊपर पवित्र आत्मा ने बताया, इसीलिए इस बात को खड़ा होकर यहाँ पर कहा, जल्दी से आगे बढ़ना चाहूंगा। നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന പോലെ ഈ വചനം ഏറ്റെടുക്കണമേ എന്ന് സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. और आपके हृदय को जैसे छू लेता है वैसे इस वचन को ग्रहण करना, ऐसे पवित्र आत्मा में आप लोग से कहता हूँ। യെശയ്യാപ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം പഠിക്കുമ്പോൾ, നിങ്ങൾ യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവനാര്? അവന് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടക്കേണ്ടി വന്നാലും അവൻ യഹോവയെ തന്നെ ചാരിക്കൊള്ളട്ടെ എന്ന് നമ്മൾ വായിക്കുന്നു. यशायाह नबी की किताब 50 में हम ऐसा पढ़ते हैं कि वो जो है, तुम अधर्म करके तुम क्यों चलते हो, वो चाहे उजाला हो या दिन हो या रात हो, वो प्रभु की मार्ग में चले, ऐसा वहां पर लिखा है। ആമേൻ. ആകയാൽ ജീവിതത്തിൽ ഏത് സാഹചര്യം കടന്നു പോയാലും നാം ദൈവത്തെ ആരാധിക്കുവാൻ കടപ്പെട്ടവരാണ്. അത് ചെയ്തു കൊള്ളണമെന്ന് സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. और इसलिए हमारे जीवन की कोई भी परिस्थिति क्यों ना हो, उसमें परमेश्वर को हमें स्तुति करना है, ऐसा कहना चाहूंगा। ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കഷ്ടം കുറെ കൂടെ കഷ്ടതയായി തീരാനേ സാധ്യതയുള്ളൂ.
नहीं तो फिर अभी का जो संकट है वो संकट थोड़ा और बढ़ने का ही एक साहचर्य है। എന്നാൽ ഇന്ന് രാത്രി യേശു ക്രിസ്തു നാമത്തിൽ ഈ തിരുവചനത്താൽ നമുക്ക് അവിടെയെല്ലാം വിടുതൽ കർത്താവ് നൽകുമാറാകട്ടെ. लेकिन परमेश्वर के वचन के द्वारा उन तमाम जगहों पर प्रभु हमको छुटकारा दे। ഓർത്ത് നോക്കുക, കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ട് അകത്തെ തടവിലായിട്ടും ആമത്തിന് ഇടപെട്ടിട്ടും അവൻ പൗലോസും ശീലാസും കൂടെ ആരാധിച്ച് നമ്മൾ വായിക്കുന്നു. बंदी गृह के अंदर होने के बावजूद भी, उस जेल के अंदर होने के बावजूद भी, हाथ और पांव को बांधे होने के बावजूद भी हम देखते हैं वो लोग वहां पर शांत नहीं हुए, वो लोग वहां पर स्तुति आराधना करते हैं। റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ മറ്റേത് അപ്പോസ്തലർ 16:23-25 വായിക്കുമ്പോഴാണ് പൗലോസിന്റെ ആരാധനയെ കുറിച്ച് പറയുന്നതെങ്കിൽ റോമാലേഖനം 1:10 പറയുന്നു, ഞാൻ എന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. रोमर की पत्री 1 में हम देखते हैं कि वो पौलुस कहता है कि मेरे आत्मा से आराधना करने वाला मेरा परमेश्वर। और पहला जो कहा वो प्रेरितों का काम 16 में, वहां पर वो बंदी गृह में आराधना करने की अवस्था। ഫിലിപ്പിയ ലേഖനം 3:3 പഠിക്കുമ്പോൾ പുതിയ നിയമ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്നതായ ആത്മീയ പരിശോധനയ്ക്കകത്തെ ഒരു അടയാളമാണ് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർ എന്നോട് പറയുന്നു. फिलिपियों की पत्री 3:3 में वहां पे दिखते हैं जो हृदय में जो कतना पाया हुआ है उन लोगों के लिए हृदय से निकलने वाली आराधना के बारे में लिखा है। എബ്രായ ലേഖനം 2:12 സങ്കീർത്തനം 22:23 പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് ലൗകിക ലോകത്ത് വെച്ച് ദൈവത്തെ ആരാധിച്ചതായിട്ട്, കർത്താവ് പോലും ആരാധിച്ചതായിട്ട് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. तो वहां पर हम इब्रानी की पत्री 2:12 और भजन संहिता 22:23 में हम ये देखते हैं कि अपने चेले ने भी और यीशु मसीह ने भी आराधना किया। ആകയാൽ ഈ വിഷയത്തിൽ നമ്മുടെ പ്രാഗൽഭ്യം നമുക്ക് ഉറപ്പാക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാതെ അമാന്തിച്ചിരിക്കുന്നത് മുഖാന്തരം കയറി വരാൻ സാധ്യതയുള്ള സകല കഷ്ടങ്ങളെയും ജയിക്കാം. കഴിഞ്ഞ ദിവസം ഇതിനെ മുമ്പ് പറഞ്ഞ വാക്കുകളോട് നമ്മൾ ചിന്തിച്ചു കൊള്ളുക. और इसीलिए इस विषय में, प्रभु के आराधना करने के विषय में बिल्कुल भी आलस न दिखाते हुए, कोई भी संकोच न करते हुए हर संदर्भ में प्रभु की स्तुति आराधना करेंगे, क्योंकि ऐसा ना करने से इस वजह से जो है हमारे जीवन में कष्ट और संकट भी आ सकता है। पिछले दिनों में जो वचन कहा उसके साथ ये भी जोड़कर हम उस विषय को वहां पर छोड़ देंगे। ദൈവത്തിന്റെ വചനം വിശ്വസതയോടെ അതെ നമ്മൾ ധ്യാനിക്കുമ്പോൾ തിരിഹിതമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങളിൽ മൂന്നാമത്തെ കാരണമായിട്ട് എനിക്ക് മനസ്സിലാകുന്നത് അടുത്ത പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു. और परमेश्वर के वचनों के चलने के बावजूद भी प्रभु की मर्जी के खिलाफ जो कष्ट हमारे जीवन में आता है, उस संदर्भ में तीसरी बात को मैं बताना चाहूंगा। കർത്താവിന്റെ ദാസന്മാർ പറയുവാൻ മടിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. और अधिकतर प्रभु के दास लोग जो कहने के लिए संकोच करते हैं, वो विषय में अभी कहना चाहता हूँ। അതായത് കഷ്ടങ്ങളിൽ മൂന്നാമത്തേത്, നമുക്ക് ലഭിക്കുന്ന ഭൗതിക നന്മകളിൽ നിന്ന് ദൈവത്തിനുള്ളത് ചിലരെ വേർതിരിച്ചു വെക്കാറില്ല. അതുകൊണ്ട് അവർ ചില കഷ്ടങ്ങൾക്കൂടെ കടന്നു പോകും. हमें जो भलाई हमें मिलता है या जो आशीष हमको मिलता है, उसमें से एक भाग परमेश्वर को ना देने से कुछ लोग अपने ऊपर कष्ट लाते हैं। ആവർത്തന പുസ്തകം 8-ാം അധ്യായം 10-ാം അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ കാണുന്നു, നിന്റെ കഴിവ് കൊണ്ടും നിന്റെ ജ്ഞാനം കൊണ്ടും നീ ഇത് സമ്പാദിച്ചു വന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാൻ സൂക്ഷിക്കണം. व्यवस्था विवरण 8 और 10 में हम देखते हैं, वहां पर ऐसा लिखा है, तेरे बल से और तेरे समझ से तूने ये कमाया है, तू ऐसा नहीं कहना। ദൈവം എനിക്ക് ലഭിക്കുന്ന സകല നന്മകളുടെയും ഉടമസ്ഥൻ ദൈവമാണ്. ദൈവം മുഖാന്തരം എനിക്ക് ലഭിച്ചതാണ്. ദൈവമാണ് എനിക്ക് ബുദ്ധി തന്നത്, ദൈവമാണ് എനിക്ക് വിദ്യാഭ്യാസം തന്നത്, ദൈവമാണ് എനിക്ക് കഴിവ് തന്നത്, ദൈവമാണ് എനിക്ക് ജോലി തന്നത്, ദൈവമാണ് സാഹചര്യം എനിക്ക് ഒരുക്കി തന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ഞാനിത് പ്രാപിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ ഒരു സ്റ്റ്യൂവാർഡ് മാത്രമാണ് എന്നൊരു ബോധ്യത്തിന്റെ ഒരു അടയാളം കൂടെയാണ് നമുക്ക് ലഭിക്കുന്ന നന്മയിൽ നിന്ന് ദൈവത്തിന് വേണ്ടി അതിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുന്നത്. जो परमेश्वर जो है, जो भी बात हमें देता है, जो भी भलाई हमें देता है, जो भी अनुग्रह, जो भी आशीष हम पाते हैं, ये तमाम आशीष हमको इस बारे में हमें पूरी तरह से समझना है कि परमेश्वर ने जो हमें दिया है और ये परमेश्वर की बात है जो उसने मुझे दिया। मेरा जो हुनर नहीं है या मेरी काबिलियत नहीं, मेरी पढ़ाई नहीं है, लेकिन जो कुछ भी मेरा है वो सब परमेश्वर से है और मैं केवल परमेश्वर का एक प्रबंधक हूँ, इसके अलावा और कुछ नहीं। और तमाम बातें जो मुझे मिली है वो परमेश्वर की आशीष के द्वारा मिला है। ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ദശാംശത്തെ കുറിച്ചല്ല, ദശാംശത്തെക്കാൾ ഉയർന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. यहाँ पर हम लोग दशांश के बारे में नहीं, लेकिन उससे भी बढ़कर एक अगली पड़ाव की ओर हम सोच रहे हैं। ചില ആളുകൾ പറയാറുണ്ട് ദശാംശം എന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ ഉപദേശമാണെന്ന് പറയാറുണ്ട്. कुछ लोग कहते हैं दशांश जो है पुराना नियम का उपदेश है। നിയമങ്ങളിൽ ആരും അത് ചെയ്യുന്നില്ല എന്ന് വെച്ചുകൊണ്ടല്ല, ഇതൊരു ബൈബിൾ സ്റ്റഡി ആയിട്ട് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടെ ചേർക്കുകയാണ്.
मसीह लोग ये नहीं करते इसलिए नहीं, लेकिन एक बाइबल अध्ययन के रूप में हम सीख रहे हैं, इसलिए इन भागों को बता रहा हूँ। അപ്പോൾ തന്നെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുന്ന ആരെങ്കിലും ഈ വിഷയത്തിൽ അജ്ഞരായിരിക്കുന്നുവെങ്കിൽ ദൈവം അവരെ സഹായിക്കട്ടെ എന്നുമുള്ള താല്പര്യം അതിനകത്ത് നിൽക്കുന്നു. और उसी तरह निर्दोष रूप में कोई प्रभु की आत्मा है, अगर कोई बंदा ये नहीं जानता, वो बस वो लोग इस बात को जान ले, सीख ले, ऐसा भी हमारे दिल से इच्छा है. ദശാംശം പഴയ നിയമമാണെന്ന് പറയുന്നവരോട് നമുക്ക് പറയാൻ ഒരു മറുപടി ഉള്ളത്, പഴയ നിയമത്തിന് മുമ്പേ ദൈവത്തിന് ദശാംശം അർപ്പിച്ചതിനെ കുറിച്ച് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. अगर दशांश पुराना नियम है ऐसा कोई कहता है, उन लोगों के लिए जवाब पुराना नियम में बताने, ये बात को बताने से पहले से ही दशांश देने वाले लोगों को हम जानते हैं. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെ വായിക്കുമ്പോൾ അബ്രഹാം പിതാവ് അതേ മൽക്കിസദേക്കിന്റെ സന്നിധിയിൽ ദശാംശം ദൈവത്തിന് അർപ്പിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. उत्पत्ति का किताब 14वें अध्याय में हम देख सकते हैं, अब्राहम पिता जो है वो मल्कीसदेक के सामने जो है उन्हें जो मिला था उसका दशांश परमेश्वर को अर्पण करता है. യാക്കോബും ദശാംശം കൊടുക്കാമെന്ന് തീരുമാനമെടുത്തതിനെ കുറിച്ച് പുസ്തകത്തിൽ കാണുന്നു. और याकूब ने भी दशांश देने के लिए निर्णय लिया था, ऐसा वचन के बाद में हम पढ़ते हैं. ഇവർക്കൊക്കെ എത്രയോ നാളുകൾക്ക് ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മോശ മുഖാന്തരം ദൈവത്തിന്റെ പ്രമാണം പഴയ നിയമം എന്ന് പറയുന്ന ആ ന്യായപ്രമാണം. और इन तमाम लोग जो है, ये लोग दशांश देने के कितने तो वर्षों के या सालों के अरसों के बाद मूसा के द्वारा हम जो पुराना नियम कहते हैं उन नियमों का उत्पन्न हुआ था. മത്തായി സുവിശേഷം 23-23 പഠിക്കുമ്പോൾ, मत्ती का सुसमाचार 23 जब हम सीखते हैं, അവിടെ നമ്മുടെ കർത്താവ് യേശുപ്പച്ചൻ അവരെ കൃത്യമായി ദശാംശം കൊടുക്കുന്ന ആളുകൾ ധാർമ്മിക ജീവിതത്തിൽ അധംപതിച്ച് കിടക്കുന്നത് കണ്ടുകൊണ്ട് അവരെ ശാസിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ന്യായം, കരുണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചു കളയുകയും ചതകുപ്പ, ജീരകം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പ്രധാനം കൊടുക്കുകയും ചെയ്യുന്നു. അത് തിരിച്ചു കളയുകയും അരുത്, ഇത് നിങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യും, രണ്ടും ചെയ്യണമെന്നുള്ള രീതിയിലാണ് കർത്താവ് സംസാരിക്കുന്നത്. और वहां पर हम देखते हैं यीशु मसीह उन लोगों को जो 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 शासना देता है, उस समय में जो लोग दशांश नहीं देते उन लोग को देखकर ये बात कहता है, तुम तो सौंफ में, पुदीना में और बाकी चीजों में दशांश करते हो, परंतु व्यवस्था में गंभीर बातों को अर्थात न्याय और दया और विश्वास को छोड़ देते हो. तो परमेश्वर का वहां का कहने का मतलब था कि तुमको उसको छोड़ना नहीं है, लेकिन दोनों को एक सा करना है. അടുത്താണ് കർത്താവ് ശിഷ്യന്മാരോടും അത് തന്റെ മുമ്പിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരോട് കർത്താവ് സംസാരിക്കുന്നത്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയണമെന്നാണ് പറയുന്നത്. और उसके बाद जब आगे चलकर परमेश्वर कहता है कि तुम्हारे न्याय जो है वो शास्त्रियों और फरीसियों से भी परे और उससे अधिक होना है. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുമ്പോൾ അത് ഓഹരി എന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. और गलातियों की पत्री 6ठे अध्याय में हम देखते हैं उसको एक भाग के तौर पर बोला गया है. ഇനി സമയമില്ലാത്തത് കൊണ്ട് ചില റെഫറൻസുകൾ ഞാൻ പറയുന്നു, ദൈവമക്കളെ നോട്ട് ചെയ്തിട്ട് പിന്നെ ശാന്തമായിട്ട് വായിക്കുക. समय नहीं है इसलिए कुछ रेफरेंस कहना चाहूंगा, आप लोग नोट कर ले और बाद में जब समय मिले तो उसको पढ़े. 1 കൊരിന്ത്യർ 9-7 മുതൽ 14 വരെ ശാന്തമായിട്ടിരുന്ന് പഠിക്കണം. पहले कोरिन्थी 9 उसका 7 से लेकर आप लोग शांत रूप से पढ़ना. 2 കൊരിന്ത്യർ 9-6 മുതൽ 11 വരെ പഠിക്കണം. और दूसरी कोरिन्थी 9 का 6 से लेकर 11 तक पढ़ना. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 12 വരെ പഠിക്കണം. मलाकी का किताब 3 अध्याय का 8 से लेकर 12वें आयत तक पढ़ना. വെളിപ്പാട് പുസ്തകം 19:8 നമ്മൾ വായിക്കണം. प्रकाशित वाक्य 19 का 8 को पढ़ना. അതെ, നമുക്ക് നിത്യതയിൽ ലഭിക്കാൻ പോകുന്നതായ വിശേഷ വസ്ത്രം നമ്മുടെ നീതി പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണെന്ന് അവിടെ കാണുന്നു. और हमें जो वहां पर जो मिलने वाला है और जो खास कपड़ा, जो वस्त्र हमें वहां पर स्वर्ग में मिलेगा, वो हम जो भलाई करते हैं उस पर आधारित या निर्भर होगा, ऐसे वहां लिखा है. മത്തായി സുവിശേഷം 6-19 മുതൽ 21 വരെ വായിക്കുമ്പോൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾ പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിലായിരിക്കട്ടെ എന്ന് പറയുന്നു. और मत्ती का सुसमाचार 6 उसका 19 से 21 तक अगर हम पढ़े, वहां पर लिखा है तुम्हारी खजाना जो है वो जहां पर कीड़े न खाएंगे और जो जहां पर जो जंग न पकड़ेगा, ऐसे जगह पर हो, ऐसा लिखा है. വേദപുസ്തകം അവസാനിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 22:11 പറയുന്നത്, നീതി ചെയ്യുന്നവർ ഇനി അധികം നീതി ചെയ്യട്ടെ എന്ന് പറയുന്നു. और पवित्र शास्त्र जहाँ समाप्त होता है वहां पर प्रकाशित वाक्य उसका 22 में ऐसा लिखा है, जो धर्म करता है वो धर्म करता रहे. ഈ ഭാഗങ്ങൾ വളരെ ശക്തമായി പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സംശയ നിവാരണത്തിന് ഇത്രയും വാക്യങ്ങൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ധാരാളം മതിയാകുന്നതാണ്. और इस भागों को पढ़ते समय किसी को कोई संदेह है, शक है, तो इतना जो रेफरेंस बोला है वो काफी होगा.
ഇനിയും നമ്മള് ഇത് ദൈവസന്നിധിയിൽ അർപ്പിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന കൗണ്ടർ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. अब ये परमेश्वर के सामने रखने के लिए परमेश्वर ने कौन सा खिड़की रखा है ये भी समझना। ഒന്നാമത് ഞാൻ ഇങ്ങനെ പറയട്ടെ, നാം ആരാധിക്കുന്ന കൂട്ടായ്മയിൽ, നമ്മുടെ പ്രാദേശിക കൂട്ടായ്മയിലെ കർത്തൃദാസന്മാരുടെ മുട്ട് തീർക്കുവാൻ ഇതിന്റെ ഒരു ഭാഗം നമുക്ക് ഉപയോഗിക്കാം. पहले हम जहाँ पर आराधना जिस निजी कलीसिया में हम जाते हैं, उस कलीसिया के वहाँ के पासवानों का जो भी गति है, उस गति को पूरा करने के लिए हम इसका इस्तेमाल कर सकते हैं। അപ്പോൾ തന്നെ നാം ആരാധിക്കുന്ന കൂട്ടായ്മയിൽ സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ അവരുടെ ഞെരുക്കത്തിൽ അവരെ സഹായിക്കുവാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. और उसी समय हम जिस कलीसिया में जाते हैं, उस कलीसिया में कोई अगर परिवार, भाई बहन या कोई भी अगर ऐसे आर्थिक स्थिति से जूझ रहे हो तो उनकी मदद के लिए इसका इस्तेमाल किया जा सकता है। നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മാതൃസഭകൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. और जो कलीसिया हमारे लिए गांवों में प्रार्थना करती है, उस हमारे मातृ कलीसिया के लिए हम ये दे सकते हैं। അവിടെ ഞെരുക്കം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഉപയോഗിക്കാം. और वहां पर भी कष्ट और संकट में पड़े हुए, आर्थिक संकट में पड़े हुए लोगों के लिए हम उसको इस्तेमाल कर सकते हैं। കാലാവസ്ഥ പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ കൊണ്ട് വേണ്ടതുപോലുള്ള ആഹാരങ്ങളോ വസ്ത്ര സൗകര്യങ്ങളോ ഇല്ലാതെ തലമുറകൾക്ക് വേണ്ടിയതായ സാമാന്യ ഭക്ഷണം പോലും കൊടുക്കുവാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് സ്വതന്ത്രം സുവിശേഷ വിരോധികൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ വടക്കേണ്ടി അതുപോലുള്ള സ്ഥലങ്ങളിൽ നേപ്പാൾ, ഭൂട്ടാൻ, സിക്കിം എന്ന് പറയുന്ന പോലെ രാജ്യങ്ങളിൽ മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പരമാർത്ഥികളായ നമ്മളെ പോലെ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരായിരിക്കുമ്പോൾ തന്നെ അതിലേറെ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ളതായ വേദനയോടെ ഈ ലൗകിക ലോകത്തിന്റെ സകല സുഖങ്ങളെയും വെടിഞ്ഞ് അവിടെ കടന്നു പ്രവർത്തിക്കുന്ന അനുഗ്രഹീതരായ മിഷണറിമാർക്ക് വേണ്ടിയും അവിടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്കത് ഉപയോഗിക്കാം. और बिल्कुल इसी तरह बहुत से ऐसे लोग हैं जो परमेश्वर के नुमाइंदे सेवक लोग हैं, जो अपने सारी सुख सुविधाओं को छोड़कर और जहां पर उन्होंने बिल्कुल भी किसी भी बात का परवाह न करते हुए दूर दराज के गांवों में जगहों में और ऐसी जगहों पर जहां पर सुसमाचार के विरोधी लोग होते हैं उनके बीच में, और जैसे नेपाल, सिक्किम जैसे जगहों पर जहां पर बिल्कुल भी वातावरण बिल्कुल भी जो है वहां के जो भी कोई भी बात अनुकूल नहीं है, ऐसे जगहों पर जो मिशन के काम होते हैं और जो नुमाइंदे लोग हैं जो मिशन ऑर्गेनाइजेशन से, उनकी भी मदद के लिए आप इस धन को इस्तेमाल कर सकते हैं। കടന്നുപോയാൽ ഒരു 10,000 രൂപയെങ്കിലും ശമ്പളം കിട്ടാമായിരുന്നു. ഏറ്റവും കുറഞ്ഞത് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസമുള്ള അനേക സഹോദരന്മാർ, യൗവനക്കാര സഹോദരന്മാർ, സഹോദരിമാര് ബൈബിൾ ട്രാൻസ്ലേഷനും മറ്റും വളരെ ഇനിയും ഭാഷകളും ലിപികളും ഇല്ലാതെ ഇരിക്കുന്ന ഇടങ്ങളിൽ കടന്നുപോയി ഭാഷകളും ലിപികളും ഉണ്ടാക്കി അവരുടെ സംസ്കാരം മനസ്സിലാക്കി അവരുടെ ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെ നമുക്ക് സഹായിക്കുവാനായിട്ട് കഴിയും. बहुत से नौजवान लोग, युवती लोग, बहुत से ऐसे लोग हैं जो आज के जमाने में अगर देखा जाए तो कम से कम उनकी पढ़ाई और योग्यता को रखकर 25,000 से भी ज्यादा तनख्वाह उन्हें मिल सकती थी, लेकिन ये तमाम बातों को नकारते हुए छोड़कर ऐसी दूर दराज की जगहों पर जहां पर अभी तक वो लिपि भी नहीं है और किस भाषा है वो भाषा को पढ़कर उस भाषा में बाइबल का अनुवाद करके परिभाषा करते हुए ऐसे कष्ट सहने वाले भाई बहन लोग, नौजवान लोग, युवक लोग हैं, उनको मदद करने के लिए भी हमारे पास ये धन का इस्तेमाल പ്രത്യേകമായ ഒരു നന്മ നമ്മുടെ കൈകളിൽ വെച്ചുകൊണ്ട് കർത്താവേ, ഞാൻ ഇത് എവിടെ ഏത് നിലയിൽ കർത്താവേ ചെലവഴിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ അവിടെ തിരികെ എനിക്ക് പ്രകാശിപ്പിച്ചു തരണമേ എന്ന് നാം പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായ ദൈവാത്മാവിനെ കുറിച്ച് ഗൈഡൻസ് നമുക്ക് തരുവാനിടയായിത്തീരും. और वो धन जो हमारे पास है हम उसे अलग करके जब प्रार्थना करेंगे, हे परमेश्वर आपने जो भलाई और जो आशीष मुझे दिया है उसमें से ये भाग जो आपके लिए मैं इस्तेमाल करना चाहता हूँ, आप क्या चाहते हैं और आप जैसा चाहते हैं वैसा इस्तेमाल करूँ तो परमेश्वर उसका मार्गदर्शन और उसका सलाह हमें देगा। അപ്പോൾ തന്നെ ഒരു അപകടം ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു. നാം വളരെ കഷ്ടപ്പെട്ട് കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം സമ്പാദിച്ചിരിക്കുന്ന ഈ നന്മകൾ അർഹിക്കപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. और उसी तरह एक बात, क्योंकि इस बात में कचरा टल जाए और कोई गलतफहमी में ना हो, प्रभु ने जो आशीष और जो बातें हमें दिया है ये किसी भी गलत मार्ग के लिए, गलत चीज के लिए इस्तेमाल ना हो, इसका भी पुष्टिकरण कर लेना। പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഈ വിഷയത്തിൽ ആരെങ്കിലും ഇത് ഗൗരവം കൊടുക്കാതെ ഇരിക്കുന്നുവെങ്കിൽ ഈ രാത്രി ഈ വിഷയത്തിന്റെ ഈ തിരുവനന്തപുരത്തിലൂടെ ഒരു വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. इन दिनों में पवित्र आत्मा इसके लिए सहायता करे। अगर कोई भी इस विषय में किसी भी प्रकार का अगर कोई तकलीफ या बात में है तो परमेश्वर आज इस वचन के द्वारा उन्हें छुटकारा दे। ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരട്ടെ. തിരിഹിതമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള നാലാമത്തെ കഷ്ടതയെ കുറിച്ച് പറയുമ്പോൾ, തിരുവചനം പഠിക്കുമ്പോൾ
സുവിശേഷ വേലയിലെ നമ്മുടെ പങ്ക് നമ്മൾ നിർവഹിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ കഷ്ടതയിലായി പോകാൻ സാധ്യതയുണ്ട്. और परमेश्वर के मर्जी के खिलाफ जो एक कष्ट जो हमारे बीच में आता है, उसका चौथा विषय ये होता है, परमेश्वर की सेवा में जो हमें जिम्मेदारी या कर्तव्यों को करना है, इसको ना करने से जो कष्ट हमारे जीवन में आता है। ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പലപ്പോഴും ശവക്കോട്ടയിൽ നിന്ന് ദൈവദാസന്മാർ സംസ്കാര ശുശ്രൂഷ സമയത്ത് വായിക്കുന്നതാണ്. दानिയേൽ 12 उसका 3 जो है कई बार अंतिम संस्कार करते समय जो है लोग बोलते हैं। ആമീൻ. ആ സമയത്ത് എത്ര പേര് ശ്രദ്ധിക്കുന്ന അറിഞ്ഞുകൂടെ അതിനെ കുറിച്ച് അല്ലാത്ത സമയങ്ങളിൽ സംസാരിക്കുന്ന അധികം കേട്ടിട്ടുമില്ല. और उसके अलावा कोई इसके बारे में बात करते ये सुना भी नहीं. ആമീൻ. എവിടെയെങ്കിലും വിശ്വസന്മാർ ദാസന്മാർ ശുശ്രൂഷിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ദൈവമക്കൾക്ക് അത് ലഭിക്കുന്നുണ്ടായിരിക്കാം. എനിവേ അത് മറന്നു കിടക്കുന്നെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ മറന്നു പോകല്. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുമ്പോൾ ആമേൻ പ്രത്യാശയുടെ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന ദൈവമക്കൾക്ക് നിത്യതയ്ക്കുള്ള തേജസ്സിനെ കുറിച്ച് പറയുമ്പോൾ അനേകരെ നീതിയിലേക്ക് നടത്തിയവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്ന് വായിക്കുന്നു. वहां पर हम देखते हैं, हो सकता है ये वचन कई लोगों को नहीं सुनाई दिया हो, लेकिन एक दो प्रभु के दास लोग हो सकते हैं जो इन वचनों को बताते हो, सिखाते हो, लेकिन यहाँ पर ये कहना अनिवार्य है। उसके तीसरे बातों में ये लिखा है कि तब सिखाने वाले की चमक आकाश मंडल की सी हो जाएगी, और जो बहुतों को धर्मी देते हैं वे सर्वदा तारों की नाई आकाशमान रहेंगे, प्रकाशमान रहेंगे. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഈ മാർഗത്തിലേക്ക് വരാൻ വളരെ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. പലരെയും നമ്മൾ എതിർത്തിട്ടുണ്ട്, പലരെയും നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ പലരും എന്നെപ്പോലുള്ളവരൊക്കെ പലരെയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. എങ്കിലും അവരെ നമ്മളെ തള്ളിക്കളയാതെ പിന്നെയും നമ്മളോട് സുവിശേഷം പറയുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഹൃദയം പ്രകാശിച്ച് ഈ നന്മ അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമുഖത്തെ ഈ കൃപയിലും പ്രത്യാശയിലും നമ്മളായിരിക്കുന്നത്. हमारे जीवन में भी अगर हम देख सके तो हमारे जैसे लोग, खासकर मेरे बारे में अगर कहो तो हम ऐसे कई लोगों को, शिक्षण देने वालों को, हमें अपने वचन में ले आने वालों को, कई लोगों को बहुत बार हमने इनकार किया है, उनको मना किया है, उनको दुख पहुंचा है, लेकिन वो कभी भी न थकते हुए बार बार फिर से वचनों को लेकर क्योंकि हमारे पास आया, और उस कारणवश प्रभु की अनुग्रह से हम लोग इस पे और इस विश्वास में आने को हुआ। ऐसे बातों को हमें विस्मरण नहीं करना है. 1 പത്രോസ് 2:9 പലരും അതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. पहले पत्रोस 2:9 कई लोग उसका मतलब समझते हैं कि नहीं, ये मैं नहीं जानता. ആമേൻ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ആമേൻ ദൈവത്താൽ വിളിച്ച് നിർവഹിക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശേഷ ജനവും സ്വന്തം ജനവും ആകുന്നു എന്നോട് വായിക്കുന്നു. पर तुम एक चुना हुआ वंश और राज पदधारी याजकों का समाज और एक पवित्र लोग और परमेश्वर की नीच प्रजा हो, इसलिए कि जिसने तुम्हें अंधकार में से अपनी अद्भुत ज्योति में बुलाया है उसकी गुण प्रकट करो. ഉയർന്ന ഒരു തസ്തികയിൽ നമുക്ക് ജോലി കിട്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ശമ്പളത്തിന് അർഹതയുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. हमको ये सोचना है, एक अच्छी ओहदे पर हमें जब नौकरी मिलती है और अगर हम नौकरी ना करें तो क्या हम उसके तनख्वाह के योग्य है? എല്ലാവരെ കുറിച്ചും അല്ല, പലരെ കുറിച്ചും എനിക്ക് വേദനയോടെ ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, രക്ഷിക്കപ്പെട്ട് കൃപയിൽ വന്നതിന് ശേഷം സമസൃഷ്ടങ്ങളിൽ ഒരാളോട് പോലും സുവിശേഷം പറയാത്ത പലരും ഇന്ന് ലോകത്തുണ്ട്. सब लोगों के बारे में नहीं है, लेकिन कुछ लोगों के बारे में है. दुख के साथ कहना पड़ता है, विश्वास में आने के बाद अभी तक अपने पूरे समय में एक व्यक्ति को भी सुसमाचार नहीं सुनाया. ऐसे बहुत सारे लोग हमारे समूह समाज में है. അവരും അഭിമാനിക്കുന്നു, അന്ധകാരത്തിൽ അത്ഭുത പ്രകാശം വിളിച്ചവരുടെ സൽഗുണങ്ങൾ ഘോഷിപ്പാൻ എന്നുള്ള ഭാഗം അവർ മറന്നിട്ട് പറയുന്നു. ദൈവത്താൽ വിളിച്ചു പറഞ്ഞിരിക്കുന്ന പ്രത്യേക ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, സ്വന്തം ജനമാണെന്ന് അവർ അഭിമാനിക്കുന്നു. और ये ऐसा करने के बावजूद भी वो बड़े गर्व के साथ कहते हैं, हम राज्य पदाधारी है, परमेश्वर के चुने हुए लोग है, याजकों का समाज है और हम ज्योति में है. इन बातों को वो कहते हैं. നമ്മുടെ സഭയിലെ കർത്തദാസന്മാർക്ക് മാത്രമല്ല സുവിശേഷം അറിയിക്കുവാനുള്ള ഉത്തരവാദിത്തം കൊടുത്തിരിക്കുന്നത്, ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് രക്ഷിക്കപ്പെട്ട് കൃപയിലേക്ക് വന്ന ഓരോ വ്യക്തിക്കും ദൈവം ഇതിനെ ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട്. हमारे कलीसिया के केवल पासवान और उनके परिवार को नहीं ये जिम्मेदारी सौंपा गया है, लेकिन विश्वास में जो उद्धार पाकर विश्वास में आया हुआ हर एक व्यक्ति का निजी एक जिम्मेदारी है सुसमाचार को सुनाना. നാം ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നമ്മൾ സംസർഗം ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ, നമ്മൾ സന്ദർശിക്കുന്ന വീടുകളിൽ രക്ഷിക്കപ്പെടാത്ത നമ്മൾ പണ്ട് ജീവിച്ചതുപോലെ ജീവിക്കുന്ന ആളുണ്ടെങ്കിൽ അവരോട് സുവിശേഷം പറയുവാൻ നാം കടപ്പെട്ടവരാണ്.
हमारे दफ्तरों में हम जहाँ पर कामकाज के लिए जाते हैं, जिन लोगों से हम मिलते हैं, मेल जोल रखते हैं, ऐसे लोगों को जैसे हम पहले विश्वास में नहीं थे उस समय में, जैसे हमको सुसमाचार सुनाया गया, बिल्कुल वैसे ही हमारा उत्तरदायित्व है। ऐसे लोगों से जब हम मिलते हो तो हमें यीशु मसीह के बारे में सुसमाचार को सुनाना है। ഞാൻ നേടിയ രണ്ടാത്മാക്കളുമായിട്ട് എനിക്ക് സഭയിൽ വരണമെന്ന് നമുക്കൊരു ആത്മഭാരം ഉണ്ടാകണം. मैंने लाया हुआ 2 लोगों के साथ मुझे कलीसिया में आना है, ऐसा एक आत्म बोझ मुझे होना है। ആമേൻ. ഒരു വ്യക്തിയെങ്കിലും നരകത്തിൽ രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കണം. और हमें ये इच्छा रखना है कि कम से कम एक व्यक्ति को तो भी नरक से मैं बचा लूं। നമ്മുടെ ജോലിയെ സെക്കൻഡറി ആയിട്ട് കാണുകയും നമ്മൾ സുവിശേഷീകരണത്തെ പ്രൈമറി ആയിട്ട് കാണുകയും ചെയ്യണം. हमारी नौकरी को द्वितीय और हमारे जो आत्मिक विषय है उसको प्रथम हमें देखना है। ചില ആളുകൾക്ക് ആത്മഭാരമുള്ള ചില ആളുകൾക്ക് ചെന്നെത്താൻ കഴിയാതെ ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവം എന്നെ അയച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് ഏത് ഹൈവേയിലാണ്, ഏത് ബൈവേയിലാണ് നീ എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നെ അറിയിക്കണമേ, എന്നെ നയിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഈ പ്രവൃത്തി നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. और जहाँ पर कई लोग नहीं जाते वैसे जगहों पर प्रभु अगर हमें भेजना चाहता है तो हमें रोज प्रार्थना करना है कि प्रभु आज कौन सी महामार्ग में, कौन से राजमार्ग में, आज किस व्यक्ति से, कैसे व्यक्ति से, कौन सी संदर्भ में मुझे परमेश्वर के सुझाव को सुनाना है। ആമേൻ. നമ്മുടെ കൂട്ടായ്മയിലേക്ക് ആളുകൾ വർദ്ധിച്ചു വരുന്നതിനേക്കാൾ ഉപരി ആരും നരകത്തിൽ പോകാതിരിക്കുക എന്നുള്ള വലിയൊരു ആത്മഭാരമായിരിക്കട്ടെ നമ്മളെ ഭരിക്കുന്നത്. और कोई हमारे संगति में आने से भी बेहतर हमारा बोझ ये होना चाहिए कि कोई भी नरक में ना जाए। ആ ആത്മഭാരത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരേണ്ടവരെ ദൈവം നയിച്ചുകൊള്ളൂ. और जब ऐसा हमारा बोझ हो तो हमारे संगति में आने वाले लोगों को भी परमेश्वर चलाएगा। ഈ ആത്മഭാരത്തോട് കാഴ്ചപ്പാട് കഴിഞ്ഞ കാണിൽ കർത്താവിന്റെ മേലെ പ്രയോജനപ്പെടുന്ന എന്നെ കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. और ऐसे में प्रभु की सेवा करने वाले और मुझे सुनने वाले तमाम लोगों के लिए मैं प्रभु का धन्यवाद करता हूँ। നമ്മുടെ ക്രിസ്തുവിനുള്ള പ്രയത്നം വ്യർത്ഥമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ മേലെ പിന്നെയും നമുക്ക് വർദ്ധിച്ചു വരാം. हमारे मसीह में जो सेवा है वो कभी खाली नहीं है, ये सोचकर उस सेवा में और भी हम बढ़ के आएंगे। ആമീൻ. അത് തിരിച്ചറിയാതെ ഈ ആത്മഭാരത്തോടെ സുവിശേഷീകരണത്തിൽ തങ്ങളുടെ പങ്കാളിത്തം മനസ്സിലാക്കാതെ ആയിരിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഓർപ്പിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. पहले कोरिन्थियों 2:16 में प्रेरित पौलुस ऐसा कहता है, ये उन लोगों के लिए जो सुसमाचार को नहीं सुनाते, अगर मैं सुसमाचार नहीं सुनाता तो मुझ पर हाय। ആമീൻ. അതെ, അറിയിക്കുന്നുവെങ്കിലും എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല, ഉത്തരവാദിത്വം എന്റെ മേൽ കിടക്കുന്നു. और अगर मैं सुसमाचार सुनाता हूँ तो भी घमंड करने के लिए मुझे कुछ नहीं, क्योंकि वो उत्तरदायित्व, वो जिम्मेदारी मेरी है। ദൈവമക്കൾ സമയമുള്ളപ്പോൾ ഹഗ്ഗായി പ്രവാചക പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 11 വരെയും 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുടെ ആത്മീയാർത്ഥം പഠിക്കുക. और जब भी आपको समय मिले तो हगाई का नबी का किताब 4 और हगाई किताब 2 को आप लोग पढ़ लेना। ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 11 മുതൽ 27 വരെയും മത്തായി 25-ന്റെ 14 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളിൽ റാത്തലിനെ കുറിച്ചും താലന്തിനെ കുറിച്ചുമുള്ള ഉപമ കർത്താവ് പറയുന്നു. लूका सुसमाचार 19 और मत्ती का सुसमाचार 25 में भी हम लोग ये पढ़ सकते हैं। वहां पर जो है वो एक सिक्के के बारे में वहां पर बताया गया है। കേവല ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി ആ റാത്തലുകളും ആ താലന്തുകളും വ്യാപാരം ചെയ്യാതെ കേവലം മണ്ണിൽ കുഴിച്ചിട്ട ആളുകൾക്ക് വരുന്ന ആ വലിയ ശിക്ഷാവിധിയെ കുറിച്ച് പറഞ്ഞാണ് ഈ 2 ഭാഗങ്ങളും അവസാനിക്കുന്നത്. वो सिक्के के बारे में और जो वरदान के बारे में दिया गया है, जिसको एक मिला था वो व्यापार नहीं किया और मिट्टी में उसको गाड़ दिया गया, उसके बारे में ये दोनों दृष्टांत कहकर समाप्त होते हैं। 11:26 പഠിക്കുമ്പോൾ नीति वचन 11:26 को जब हम पढ़ते हैं, ക്ഷാമകാലത്ത് ധാന്യം കൂട്ടിയിടുന്നവനെ ദൈവം ശപിക്കുമെന്ന് ജനം ശപിക്കുമെന്ന് പറയുന്നു. अकाल के समय पर जो भंडार गृहों में भरता है वो उसके ऊपर उसको शाप देगा, लोग शाप देगा, ऐसा लिखा है। ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു മരുന്ന് ഒരു രോഗം നമ്മുടെ ദേശത്ത് ഇപ്പോഴുള്ള രോഗം പോലെ വ്യാപരിക്കുന്നു വിചാരിക്കുക. अभी देख लो कि अभी ऐसा एक बीमारी है जिसका अभी तक कोई दवाई नहीं है, ऐसा हमारे पूरे तरफ को फैल रहा है। ആ രോഗം നമുക്ക് പിടിച്ചിട്ട് ഒരു നിസാര മരുന്ന് കൊണ്ട് നമ്മുടെ രോഗം പൂർണ്ണമായി സൗഖ്യമായി എന്ന് വിചാരിക്കുക. अब मान लो कि वो बीमारी हमारे ऊपर भी आ गया, लेकिन उसको बिना कोई इलाज के एक छोटा सा नुस्खा किया और वो हम उसमें से बच गए, वो बीमारी पूरी तरह से चंगा हो गया। അങ്ങനെ സൗഖ്യവും ആരോഗ്യവും പ്രാപിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ അടുത്ത വീട്ടിലെ ഒരാൾക്ക് അതേ രോഗം വന്നതായിട്ട് നമ്മൾ അറിയുന്നു എന്ന് വിചാരിക്കുക.
और ऐसा चंगाई पाकर जब हम स्वस्थ बैठे हैं तो हमारे पड़ोस में एक व्यक्ति को वही बीमारी होता है। ആ വിവരം നമ്മൾ അറിഞ്ഞിട്ട് ആ വീട്ടുകാരന് നമ്മൾ ഉപയോഗിച്ചതായ മരുന്നിനെ കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ അത് എനിക്കും എന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടങ്ങിയിരുന്നാൽ എത്ര ഭയങ്കരമായ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. और इस बात को जानने के बावजूद वही बीमारी हुआ है जो मुझे हुआ था, और मुझे जो दवाई या जिस वजह से मुझे छुटकारा मिला वो केवल मेरे परिवार के लिए, मेरी पत्नी और मेरे बच्चों के लिए। ऐसा अगर हम बैठते हैं तो कितना दुख का अवस्था है। ഇതുപോലെ യേശുക്രിസ്തുവിൽ കൂടെ രക്ഷയുടെ ദൂത് വളരെ ശക്തമായി നമുക്ക് ലഭിച്ചിട്ട് അനേക പ്രാവശ്യം അവരെ സ്വർഗത്തിലെത്തിക്കാനുള്ള ദൂതുകളും വചനങ്ങളും എനിക്ക് അറിയാമായിട്ട് ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാതെ ഇരിക്കുന്നുവെങ്കിൽ എന്നെ എത്ര വലിയ ഭീകരനായിട്ടായിരിക്കും സ്വർഗം കാണുന്നത്. बिल्कुल ऐसा ही परमेश्वर के बारे में, यीशु मसीह के बारे में, छुटकारा उद्धार के बारे में मुझे जानकारी होने के बावजूद और मेरे पास इसके लिए सज्ज हो कि मैं इसको बताकर उसे बचा लूं, इसके बावजूद भी अगर यीशु मसीह के बारे में एक बात भी मैं अगर नहीं कहता तो सोच लो स्वर्ग मुझे कितना बड़ा आतंकवादी के जैसा दिखेगा। അവ എന്നാ സുവിശേഷം അറിയിക്കുമ്പോൾ ഉണ്ടാകുന്ന ലൗകിക ലോകത്തിലെ പ്രത്യാഘാതങ്ങളെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ആ വചനം ഏറ്റെടുത്താൽ ആ ജനത്തിന് നിത്യതയെ കിട്ടാൻ പോകുന്ന വിടുതലിനെ കുറിച്ചാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. हम सुसमाचार सुनाने से यह संसार में उसका प्रतिक्रिया क्या होगा इसके बारे में नहीं सोचना है। उसके एवज में अगर ये सुसमाचार वो स्वीकार कर लेता है तो स्वर्ग में उसको जो प्रतिफल मिलेगा इस बारे में हमको स्मरण रखना है। हमें ബുദ്ധിമുട്ടുകളും അത് മുഖാന്തരം ഉണ്ടാകുന്ന വേദനകളും ഓർത്തിട്ട് നമ്മുടെ കർത്താവ് ഈ ക്രൂശ് ചുമക്കാനും നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് വരാനും ഇടയായിരുന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എത്ര ഭയങ്കരമായിരുന്നു. अगर उसकी दुख और दर्द को स्मरण करते हुए यीशु मसीह अगर इस संसार में आकर सलीब उठाने से इनकार कर देता तो हमारी अवस्था कितना दयनीय होता। ഞാൻ ഇത്ര ഭീകരമായ അനുഭവങ്ങൾ കൂടെ കടന്നുപോയാലും വേണ്ടുകയില്ല, എന്റെ കുഞ്ഞുങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിച്ചെടുക്ക, എന്നോടൊപ്പം നിത്യാനുത്യാഗങ്ങൾ എന്നോടൊപ്പം വസിപ്പിക്കുവാൻ കഴിയുമല്ലോ ഓർത്തപ്പോൾ അവൻ സന്തതിയെ കണ്ട് ദീർഘായുസ് പ്രാപിക്കുന്ന ആ വലിയ പ്രതീക്ഷയോടുകൂടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശെടുക്കുവാൻ ഇടയായി തീർന്നു. मैं इतना एक तीव्र दर्द से और ऐसे तकलीफ से मैं जाऊं तो भी कोई बात नहीं, अगर मेरे इसके द्वारा जाने से मेरे बच्चे लोग अगर बच जाते हैं और मेरे साथ नित्य अनंतता में वास करने के लिए उनकी योग्यता होती है तो इसका कोई बात नहीं। यह सोचकर प्रभु यीशु मसीह ने क्योंकि वो सह लिया इसलिए हमें उद्धार मिला। ആമേൻ. ഒരു ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള അതേ കുടുംബത്തിൽ ജനിച്ച അഭ്യസ്ത വിദ്യനായ ഒരു വ്യക്തിയായിരുന്നല്ലോ പൗലോസ് അപ്പോസ്തലൻ. प्रेरित पौलुस के बारे में जानते हैं, एक धनी घर में बहुत ही अच्छा पढ़ाई लिखाई योग्यता प्राप्त किया हुआ एक परिवार में जन्म हुआ था। മുമ്പേ നമ്മൾ ഓർത്ത എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം ജാതികൾക്ക് യേശുക്രിസ്തുവിലൂടെ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തങ്ങളിൽ അവകാശികളുമായി ക്രിസ്തുവിന്റെ അപ്രമേയ ദാനം പ്രാപിപ്പാൻ അവർക്ക് സംഗതിയാകുന്നതാണ് യേശുക്രിസ്തുവിലൂടെ നിർമ്മല സുവിശേഷം അറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ സകലതും മറന്ന് അവൻ ഈ സുവിശേഷത്തിന് വേണ്ടി കർത്താവിന്റെ വഴിയിലേക്ക് ചാടി ഇറങ്ങിയ കാര്യം നമ്മൾ മറക്കരുത്. और हमें ये भूलना नहीं है, ये पौलुस जिसके बारे में हम जानते हैं, जो भी उसको समझ आया कि यीशु मसीह का सुसमाचार ये तमाम चीजों से भी उत्तम है, तो उसकी तमाम बातों को छोड़कर और अन्य सारी बातों को छोड़कर ये सुसमाचार के लिए कूद पड़ा हुआ व्यक्ति है प्रेरित पौलुस। ആമേൻ. എന്തെങ്കിലും ലൗകിക ലോകത്തിന്റെ ഇല്ലാഞ്ഞിട്ട് അത് നേടിയെടുക്കാൻ വന്നവനല്ല. ആമേൻ. തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പലതും ഈ സുവിശേഷം നിമിത്തം നഷ്ടപ്പെടുത്തി ഏറ്റവും ഒടുവിൽ നാം പലരും അറിയുന്നത് പോലെയും ഓർക്കുന്നത് പോലെയും ആമേൻ പുറകിലുവാൻ ഒരു ബെഡ്ഷീറ്റ് പോലും കയ്യിലില്ലാത്ത ഒരു അവസ്ഥയിൽ താൻ ആയതിനെ കുറിച്ച് വായിക്കുന്നു. संसार में कुछ नहीं इसलिए कुछ पाने के लिए मसीह में आया हुआ व्यक्ति नहीं था पौलुस, उसके पास सब कुछ था लेकिन जो है वो भी छोड़कर परमेश्वर के लिए निकला हुआ एक व्यक्ति। और हम जानते हैं आखिर में अपने ऊपर ओढ़ने के लिए उसके पास एक चटाई भी नहीं था, ऐसी अवस्था में पहुंचा हुआ एक व्यक्ति। 1 കൊരിന്ത്യർ അതിന്റെ പ്രാരംഭ അധ്യായം 4-ാം അധ്യായം 5 പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, തന്റെ മുൻകാല സമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് തനിക്ക് പറയാൻ കഴിയുന്നതാണ്, ഞാൻ സകലത്തിന്റെയും ചവറും അഴുക്കുമായി മാറി എന്ന് പറയുന്നു. पहले कोरिन्थियर 4 और 5 को पढ़ेंगे तो हम देखते हैं मैं सब कुछ के लिए कूड़ा और कचरा बन गया। ആമീൻ. എന്നാൽ താനെ ലൗകിക ലോകത്ത് ഏതെല്ലാം പ്രതികൂലങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ച് എത്രമാത്രം ഈ നിലയിലേക്ക് തരം താഴ്ത്തപ്പെടുന്ന പോലെ ആയിപ്പോയെങ്കിലും തെസ്സലോനിക്കർക്കും ഫിലിപ്പ്യർക്കും താൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നു, നിങ്ങളാകുന്നു എന്റെ കിരീടം എന്ന് പറയുന്നു. लेकिन इतना कुछ कष्ट सहने के बावजूद भी प्रेरित पौलुस तेस्सलोनी और फिलिप्पी लोगों को जब पत्र लिखता है तो कहता है तुम मेरे मुकुट हो।
ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ഇങ്ങനെ ഭാവന ചെയ്യുന്നു, നിത്യതയുടെ നിലവാരം അതിന്റെ നിലയിൽ അതിന്റെ തേജസ്സിൽ വെളിപ്പെടുന്ന ദിവസത്തിൽ ആമീൻ പൗലോസ് അപ്പോസ്തലനെ കാണുമ്പോൾ തന്റെ അടുക്കിലേക്ക് ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുവാൻ സമുദ്രം പോലെ ജനക്കൂട്ടം തനിക്ക് ചുറ്റുകൊണ്ടായിരിക്കും. मैं ऐसा कल्पना करता हूँ स्वर्ग में जब हम लोग पहुंचेंगे और हमें तब वो जब समय जब मिल जाएगा और जब पौलुस वहां पर खड़ा होगा तो एक समुद्र के नाई इतना लोगों का भरपाट होगा उससे मिलने के लिए, उसे आलिंगन करने के लिए, गले लगने के लिए। ആമീൻ. പ്രത്യേകിച്ച് ഒരു കിരീടം തന്റെ തലയിൽ ഒരു പക്ഷേ ദൈവം വെച്ച് കൊടുത്തില്ലെങ്കിൽ പോലും താൻ നേടിയ ആത്മാക്കളെല്ലാം കൂടെ തന്റെ ചുറ്റിലും തേജസ്സിൽ നിൽക്കുന്നത് തന്നെ ഒരു കിരീടമാണല്ലോ. और अभी जब मान लो कि अगर परमेश्वर ने खास कर कोई मुकुट उसको अगर नहीं भी दिया हो तो उसने परमेश्वर की ओर लाया हुआ उन तमाम लोग ही उसके लिए एक मुकुट है। ഇതുപോലെ ദൈവമക്കളെ നാമും ചില ആത്മാക്കളെ നേടുവാൻ വേണ്ടി ചില നിന്ന സഹിക്കേണ്ടി വന്നാൽ, ചില കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, ആമേൻ, ചിലത് നമ്മുടെ കൈകളിൽ നിന്ന് ചെലവിടേണ്ടി വന്നാൽ നാം ഭാരപ്പെടരുത്. ഇവിടുത്തെ കഷ്ടങ്ങൾ നിത്യതയിൽ ആത്മാക്കളെ കണ്ടു കഴിയുമ്പോൾ അത് മാറുവാനിടയായി തീരും. और इसी तरह कुछ आत्माओं को पाने के लिए अगर हमें कुछ कष्ट उठाना पड़ा, तकलीफ उठाना पड़ा, अगर कुछ खर्च भी करना पड़ा, अगर कोई नुकसान भी होता है तो कोई बात नहीं। जब हम लोग वहां पहुंचेंगे और हमने पाया हुआ और हमने मसीह में लाया हुआ लोगों को जब हम देखेंगे ये तमाम कष्ट हम भूल जाएंगे। ആകയാൽ അതേ കർത്താവ് ഇങ്ങനെ പറയുന്നല്ലോ, നിങ്ങൾ മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഉയർത്തിയാൽ സ്വർഗത്തിലെ ദൂതന്മാരുടെ മുമ്പാകെ ഞാനും നിങ്ങളെ ഉയർത്തും. यीशु मसीह ने भी ऐसा कहा, अगर मनुष्यों के सामने तुम मेरी मान सम्मान करोगे तो स्वर्गदूतों के सामने मैं तुम्हारी मान सम्मान करूंगा। നേരെ മറിച്ചും കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നാൽ മനുഷ്യരുടെ മുമ്പാകെ എന്നെ കുറിച്ച് ഒരു വാക്ക് പറയാൻ നീ ലജ്ജിച്ചാൽ ആമേൻ സ്വർഗത്തിലെ ദൂതന്മാരുടെ മുമ്പാകെ ഞാനും നിന്നെ കുറിച്ച് ലജ്ജിക്കുവാനിടയാകും. और उसके एवज में यीशु मसीह ने ऐसा भी कहा, अगर मनुष्य के सामने मेरे बारे में कहने से अगर तू शर्मिंदा होता है, लज्जित होता है, तो स्वर्ग में तेरे बारे में कहने के लिए भी मैं लज्जित होऊंगा। രണ്ടാമത് പറഞ്ഞ കർത്താവ് നമ്മളെ കുറിച്ച് ലജ്ജിക്കുന്ന അവസ്ഥ നമുക്ക് വേണ്ട. കർത്താവ് നമ്മളെ കുറിച്ച് ദൂതന്മാരുടെ മുമ്പാകെ പ്രശംസിക്കുന്ന പ്രശംസ മതി. ഇവിടെ നമ്മളെ ആരും പ്രശംസിക്കേണ്ട, നിത്യതയിലായിരിക്കട്ടെ പ്രശംസ. तो दूसरी बात जो हमने कहा कि परमेश्वर हमारे बारे में स्वर्ग में लज्जित हो, ऐसी अवस्था हमारा नहीं होना है। यहाँ पर लोग हमारी प्रशंसा नहीं करने दो, यहाँ पे लोग अनादर करने दो, कोई बात नहीं, लेकिन वो स्वर्ग में परमेश्वर हमारी प्रशंसा करे, ये सबसे उत्तम है। ആത്മഭാരം നമുക്കില്ലെന്ന് വരികിൽ, ആർക്കെങ്കിലും ഇല്ലെന്ന് വരികിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥിക്കുന്നതിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ച് വലിയൊരു ഭാരം എനിക്ക് തരണമേ. आत्माओं के बारे में एक बोझ अगर हमारे अंदर नहीं है तो उपवास प्रार्थना खत्म होने से पहले हम लोग ये प्रार्थना करें, परमेश्वर नष्ट होने वाले आत्माओं के लिए एक बहुत बड़ा बोझ मुझे चाहिए। നാം അല്ല ദൈവം നമ്മളിലേക്ക് പകരുന്ന ദൈവത്തിന്റെ കൃപ അത്രേ നമ്മളെ കൊണ്ട് അധ്വാനിപ്പിക്കുന്നത്. हम नहीं, लेकिन परमेश्वर की जो कृपा हमारे अंदर मंडराता है वो हमसे काम कराता है। അങ്ങനെ സുവിശേഷം അറിയിക്കാതിരിക്കുന്നതിലുള്ള കഷ്ടങ്ങളെ നമുക്ക് ഈ വചനത്തിന് മുമ്പാകെ ഒഴിഞ്ഞു മാറുവാൻ ഇതുവരെയായിട്ട് ആ കാര്യത്തിൽ വേണ്ടതുപോലെ ഉത്സുകരാകാതിരിക്കുന്നവർ കേൾക്കുന്നുവെങ്കിൽ ദൈവം സഹായിക്കട്ടെ. മറ്റുള്ളവരെ കഴിഞ്ഞ കാലങ്ങളെക്കാൾ ശക്തമായിട്ട് കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുവാനും ദൈവം സഹായിക്കട്ടെ. और सुसमाचार ना सुनाने की वजह से जो कष्ट हमारे जीवन में आता है, ऐसी कोई बात हमारे जीवन में है तो अभी जो ये वचन सुना इन सबों के वजह से इस वचन के सामने अपने आप को अंगीकार करते हुए हम फिर से उसके लिए तत्पर हो जाए। आने वाले दिनों में परमेश्वर की सेवकाई और भी उत्साह के साथ करते हुए मसीह में और आगे बढ़ने के लिए ये वचन हम लोग को सहायता करे। അഞ്ചാമത്തെ ദൈവഹിത പ്രകാരമുള്ള നമ്മുടെ മേൽ കടന്നു വരാൻ സാധ്യതയുള്ള കഷ്ടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്തദാസന്മാരും ദൈവമക്കളും ദൈവം ഉദ്ദേശിക്കുന്ന ഐക്യതയിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ കഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. और पांचवा विषय जो परमेश्वर की मर्जी के खिलाफ हमारे जीवन में जो कष्ट आ सकता है, उसका एक कारण ये, अगर प्रभु के दास लोग, कलीसिया और तमाम भाई बहन लोग परमेश्वर के उद्देश्य के अनुसार एकता में अगर नहीं आते तो संकट आता है। ഷാർജയിലെ ദൈവമക്കളെ ഓർത്ത് ഞാൻ പ്രശംസാവാക്കളായിട്ട് പറയല്ല. നിങ്ങൾക്ക് ഒരു ദൈവം നല്ലൊരു സ്നേഹത്തിന്റെ ഐക്യതയുടെ കൂട്ടായ്മ തന്നിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. शारजा के कलीसिया को लेकर मैं प्रभु में धन्यवाद करता हूँ। आप लोग का बारे में प्रशंसा वाक्य नहीं बोलता, लेकिन प्रभु ने प्रेम करने का एक हृदय आप लोग को दिया है, ऐसी संगति दिया, इसलिए प्रभु का धन्यवाद। ഞങ്ങൾ കടന്നു പോകുന്ന പലയിടങ്ങളിലും നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ചും ഐക്യതയെ കുറിച്ചും അതേ പറയുവാനിടയായിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിങ്ങളുടെ കൂട്ടായ്മയിൽ കടന്നു വന്ന് അതേ പങ്കുകൊണ്ടതിന് ശേഷം അതേ നാട്ടിൽ കടന്നു വന്നിട്ടുള്ള പലരും നിങ്ങളെ കുറിച്ച് പറയുന്നത് കേൾക്കുവാൻ നിങ്ങളുടെയായി തീർന്നിട്ടുണ്ട്.
हम लोग आप लोगों के संगतियों में शामिल होने के बाद यहाँ वहाँ जब भी प्रचार के लिए जाते हैं तो आप लोगों को नमूना कहते हैं। इतना ही नहीं, आप लोग के वहाँ पर जो भी शामिल होकर आते हैं वो लोग भी आप लोगों के इस प्रेम और सत्कार के बारे में कहते हैं, तो हमें बहुत खुशी होती है। അതെ, ഈ കാര്യങ്ങൾ പിന്നെയും നമ്മൾ തെസലോനിക്കരോട് പറയുന്ന പോലെ കുറെ കൂടെ വർദ്ധിച്ചു വരുവാൻ വേണ്ടിയിട്ട് ആമി വിശുദ്ധനെയും തന്നെ വീണ്ടും വിശദീകരിക്കട്ടെ എന്ന് പറയുന്ന പോലെ നമ്മുടെ സ്നേഹവും ഐക്യതയും പിന്നെയും അധികം വർദ്ധിക്കുവാനായിട്ട് ചില വാക്കുകൾ പറഞ്ഞ് ഞാൻ ഭാഗപ്പെടട്ടെ. लेकिन जैसे तेसलोनिके के लोगों को कहा कि हम लोग जो ये करते हैं ये और भी बढ़ते आए, और जैसे लिखा है कि जो भलाई करता है वो और भी भलाई करे, और जो पवित्र है और भी पवित्रता में आगे बढ़े। ऐसे ही करके आप लोगों से भी यही अनुरोध करूंगा, ये जो हम करते हैं प्रेम और एकता की जो बात है हमारे जीवन में और भी बढ़ते आए, ऐसा कहकर वो भाव को छोड़ना चाहूंगा। ഒരു കുടുംബത്തിന്റെ ആകട്ടെ, ഒരു കൂട്ടായ്മയുടെ ആകട്ടെ, ആരോഗ്യം എന്ന് പറയുന്നത്, ആത്മീയ ആരോഗ്യം എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തിലുള്ള ഐക്യതയാണ്. एक परिवार क्यों ना हो या एक संगति क्यों ना हो, उनका आत्मिक स्वास्थ्य जो है उसका रहस्य परमेश्वर में उनका आपसी प्रेम कितना पुख्ता है इस पर निर्भर है। ആമീൻ. ശ്രദ്ധിച്ചു നോക്കിക്കോണം. നമ്മളാരെയും വിധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഒരു കുടുംബം തകരുന്നുണ്ടെന്ന് വരികിൽ, എവിടെയെങ്കിലും ഒരു കൂട്ടായ്മ എവിടെയെങ്കിലും ആത്മീയമായി തകരുന്നുണ്ടെങ്കിൽ ആ തകർച്ചയുടെ ആരംഭത്തിൽ പിശാച് തന്ത്രപരമായി അവരുടെ കുടുംബത്തിന്റെ ആ കൂട്ടായ്മയുടെ ഐക്യതയാണ് എടുത്തു കളയുന്നത്. किसी भी परिवार को हम देख लो या किसी भी कलीसिया को देख लो, न्याय करने के लिए नहीं, केवल उसमें से सबक लेने के लिए। अगर किसी परिवार में या कलीसिया में किसी भी प्रकार का कोई समस्या पैदा हुआ है तो उसके आरंभ में अगर हम लोग झांक लेंगे, निरीक्षण करेंगे तो हम देख पाएंगे शैतान बहुत ही कुशलता से उनकी एकता को सबसे पहले खत्म करता है। സങ്കീർത്തനം 133 ഐക്യത്തിന്റെ മനോഹരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. भजन संहिता 133 जो है उस एकता के बारे में बहुत ही अलंकारी रूप से कहा है। അത് അഹരോന്റെ തലയിൽ നിന്ന് താടി വഴി വസ്ത്രത്തിന്റെ വിടുമ്പിലേക്ക് ഒഴുകി വരുന്ന ആമേൻ വിശേഷ തൈലം പോലെ എന്ന് പറയുന്നു. और वहां पर ऐसा लिखा है वो एकता उत्तम तेल के जैसा है जो हारून के सिर पर डाला गया था और उसकी दाढ़ी पर बहकर वस्त्र की छोर तक पहुंचाता है। പുറപ്പാട് ദിവസം 30-23 മുതൽ 23 വാക്യം വായിക്കുമ്പോൾ ആ അഭിഷേക തൈലത്തിനകത്ത് ഉപയോഗിക്കുന്ന കൂട്ടുകളെ കുറിച്ച് പറയുന്നു. ദൈവങ്ങൾ പിന്നീട് എടുത്ത് വായിച്ചുകൊള്ളുക. और निर्गमन 33 में जब वहां पर पढ़ते हैं तो वो जो अभिषेक का तेल है उसमें कौन सा व्यंजन इस्तेमाल किया है उसके बारे में लिखा है। ഇംഗ്ലീഷിൽ 5 കൂട്ടം കാര്യങ്ങൾ പറയുന്നു, മലയാളത്തിൽ 4 കൂട്ടമേ കാണുന്നുള്ളൂ. अंग्रेजी में 5 वहां पर इंग्रेडिएंट्स को लिखा है, लेकिन मलयालम में केवल 4 है। ആമേ മൂർ എന്ന് പറയുന്ന മീറ എന്ന് പറയുന്ന ആ വാക്ക് ഈ മലയാളം ബൈബിളിൽ ഇല്ലെന്ന് മാത്രം. मूर जो है या मीर जो है वो मलयालम में नहीं है। ആമേ അതേ ഇംഗ്ലീഷ് ബൈബിളിൽ वो अंग्रेजी बाइबल में लिखा है। അപ്പൊ ഞാൻ വിവരിക്കുന്നില്ല. 5 കൂട്ടം സാധനങ്ങൾ, ടേസ്റ്റിൽ വ്യത്യാസം, ആകൃതിയിൽ വ്യത്യാസം, തൂക്കത്തിൽ വ്യത്യാസം, ഷേപ്പിൽ വ്യത്യാസം. ആമി എന്നാൽ തൈലക്കാരന്റെ വിദ്യ പ്രകാരം ആമി പൊടിക്കേണ്ടത് പൊടിച്ച്, ചാലിക്കേണ്ടത് ചാലിച്ച്, ആമി ഇടിച്ചെടുത്ത തെളിവുള്ള ഉയർവെണ്ണയ്ക്കകത്ത് കാച്ചി കുറുക്കി എടുക്കുമ്പോൾ ആരുടെയും പേഴ്സണാലിറ്റി അവിടെ എടുത്തു കാണിക്കാനില്ലെങ്കിലും അവർ ഒന്നായി അലിഞ്ഞു ചേർന്ന് ഒരു ശബ്ദമായി, ഒരു പ്രവൃത്തിയായി, ഒരു യൂണിറ്റായി സൗരഭ്യവാസനയോടെ നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. तो वहां पर हम देखते हैं 5 किस्म की चीजों को उस तेल बनाने के लिए लिया जाता है। सब अलग अलग आकार के, अलग अलग बात के, अलग अलग चीजें की, अलग अलग रखने वाले, लेकिन इन सबको मिलाकर जिसको तोड़ना है उसको तोड़ दिया जाता है, जिसको पीसना है उसको पीस दिया जाता है, जिसको उबालना है उसको उबाल लिया जाता है। और ऐसे इन सबका मिश्रण करके सब एक तरह वो जैसा वो इतर बनाने वाला उसको बनाता है, सब मिलकर ये सब बहुत अच्छा सा एक तेल बन जाता है। അവിടെ അഹരോന്റെ തലയല്ല നമുക്ക് വർണ്ണിക്കാനുള്ളത്, താടിയല്ല വർണ്ണിക്കാനുള്ളത്, വസ്ത്രമല്ല നമുക്ക് വർണ്ണിക്കാനുള്ളത്. തലവഴി, താടി വഴി ആമേ വസ്ത്രത്തിലൂടെ ഒഴുകി വിളിമ്പിലേക്ക് വരുന്ന അഭിഷേക തൈലമാണ് നമുക്ക് വിവരിക്കാനുള്ളത്. वहां पर हारून का सर या उसकी दाढ़ी या उसका वस्त्र के बारे में हमको नहीं कहना है, लेकिन उस अभिषेक के तेल के बारे में जो उसके सर से लेके उस वस्त्र के आखिर तक जो बहकर पहुंचता है उस बारे में कहना है। പല പ്രകൃതത്തിൽ ഇരിക്കുന്നതായ ഈ പദാർത്ഥങ്ങൾ ഒരു യൂണിറ്റായി തീർന്നതുപോലെ, ഒരു തൈലമായി സുഗന്ധം വമിക്കുന്ന ഒരു തൈലമായതുപോലെ പല ഫാമിലിയിലും, പല കൾച്ചറിലും, പല നിലവാരത്തിലും, പല ഐഡന്റിറ്റിയിലുമുള്ള നമ്മൾ ആ പരിശുദ്ധാത്മാവുന്ന തൈലക്കാരന്റെ വിദ്യപ്രകാരം ക്രിസ്തുവിൽ ഒരു ശരീരമായി, ശരീരത്തിലെ വിവിധ അവയവങ്ങളായി, ഒരു യൂണിറ്റായി ദൈവസ്നേഹത്തെ എല്ലാ സഹിക്കുന്നവരും, ക്ഷമിക്കുന്നവരും, ദോഷം കണക്കിടാത്തവരും, അയോഗ്യമായി നടക്കാത്തവരും, സ്വാർത്ഥം അന്വേഷിക്കാത്തവരും, ഒരിക്കലും ഉയർന്നു പോകാത്തതുമായ സ്നേഹത്തിന്റെ ഉടമകളായി അന്യോന്യം വർദ്ധിക്കുമ്പോൾ
അവിടെ പിശാചിന് പ്രവർത്തിക്കാൻ സ്ഥലമില്ല. അവിടെയല്ലോ ദൈവം ശാശ്വതമായ ജീവനുകളും അനുഗ്രഹങ്ങളും കൽപ്പിക്കുന്നതെന്ന് പുസ്തകം പറയുന്നു. ऐसे अलग अलग बातों को, अलग अलग व्यंजनों को मिलाकर जब एक इत्र बनाने वाला इत्र को बनाता है, बिल्कुल वैसे हम लोग जो अलग अलग परिवारों से है, अलग अलग पृष्ठभूमि से है, अलग अलग जगहों से है, हम सबको वो अच्छा इत्र बनाने वाला जो पवित्र आत्मा है वो हमें मिलाकर एक साथ करके, एक जब करके एकाई का एकाई बनाकर एक बना देता है। उस समय हमारे बीच में जो प्रेम है, हमारे बीच में जो बातें है, हमारे बीच में जो एकता है, इसके बीच में शैतान घुसकर कभी कार्य नहीं कर सकता। ऐसा पवित्र कलाम हमें सिखाता है। സമയം ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ വാക്കുകളുടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. समय खत्म हो रहा है, इसलिए जल्दी से दौड़कर मैं अपनी बातों को समाप्त कर रहा हूँ। ദൈവമക്കളെ ദൃഷ്ടാന്തമായി പഠിക്കാൻ 2 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെ പിന്നീട് വായിച്ച് മനസ്സിലാക്കുക. दूसरा शमूएल 10-11 से लेके बाद में पढ़ के आप लोग उसको समझ लेना। ആമേൻ. അതുപോലെ ആയിരിക്കണം ദൈവമക്കൾ പരസ്പരം. और ऐसा होना चाहिए मसीह लोग आपस में। ചുരുക്കി പറഞ്ഞാൽ ദാവീദിന്റെ 2 സൈന്യാധിപന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, അവ ഇന്ന രാജ്യം നിനക്കെതിരെ കടന്നു വന്നാൽ ഞാൻ വന്ന് എന്നെ സഹായിക്കും, അവ ഇന്ന രാജ്യം എനിക്കെതിരെ കടന്നു വന്നാൽ നീ വന്ന് എന്നെ സഹായിക്കണം. तो वहां पर हम देखते हैं दाऊद के 2 सेनापति लोग बात करते हैं। वो कहते हैं कि अगर ये राज्य के लोग वहां पर आएंगे तो मैं तेरी मदद करने आऊंगा, और ये राज्य से लोग आएंगे, यहाँ से अगर वार होता है तो तू मेरी मदद के लिए आ जाना। അപ്പോൾ നമ്മൾ സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരിമാർ പരസ്പരം പറയണം, സഹോദരന്മാർ പരസ്പരം പറയണം, നിനക്ക് ഞാൻ എനിക്ക് നീ. तो हम लोग आपस में भाई और बहनों को कहना है, भाई भाइयों को, बहन बहन को कहना है, मेरे लिए तू और तेरे लिए मैं। ആമേൻ. നിനക്കൊരു പ്രശ്നമുണ്ടായാൽ ഞാൻ നിന്റെ അടുക്കൽ വന്ന് എന്നാൽ കഴിയുന്നത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. എനിക്കൊരു വിഷയം ഉണ്ടായാൽ നീ എനിക്ക് വേണ്ടി കടന്നു വരണം. अगर मेरे लिए कोई विषय हो तो मैं तेरे लिए आऊंगा, सब कुछ जो भी बन पड़ता है वो करूंगा। बिल्कुल वैसे ही अगर मेरा कोई विषय हो जाए तो तू मेरे लिए आकर वो तमाम बातों को करना। അങ്ങനെ ഐക്യതയില്ലായ്മകൾ ഉണ്ടാകുന്ന കഷ്ടങ്ങളെ നമുക്ക് ജയിക്കുവാൻ ദൈവം പിന്നെ സഹായിക്കട്ടെ, എവിടെയെങ്കിലും ഉണ്ടെന്ന് വരികില്ലേ. और ऐसे अगर एकता ना होने से कोई कष्ट है तो उसके ऊपर भी हम इन दिनों में जयवंत हो जाए। ആമേൻ. അഞ്ചാമതായിട്ട് പറയുമ്പോൾ ആമേൻ, അടുത്തതായിട്ട് പറയുമ്പോൾ ആറാമതായിട്ട് പറയുമ്പോൾ ആമേൻ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നാം ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് പ്രവർത്തിക്കാതെ ചെയ്തു കൊടുക്കുന്നതിലും ഒട്ടും പുറകോട്ട് പോകരുത്. और छठी बात जो कहना है, हमारे माता पिताओं को जो जिम्मेदारी उनके प्रति है, जो ख्याल हमें उनका रखना है, जो प्रावधान उनका करना है, उसमें कभी पीछे नहीं हटना। ആമേൻ. വിശേഷാൽ അവർ വാർദ്ധക്യ ദശയിലാകുമ്പോൾ പ്രത്യേകം അവർക്ക് പ്രത്യേകം അവർക്ക് പരിഗണന കൊടുക്കണം. खासकर जब वो उम्र में होते हैं, बुजुर्ग बन जाते हैं, बूढ़े हो जाते हैं, तो एक खास प्राथमिकता आप लोग उनको देना। നിനക്ക് നന്മയുണ്ടാകാനും നീ ദീർഘായുസോടെ ഇരിക്കുവാനും ആമേൻ. അതെ, നിന്റെ അപ്പനെയും അമ്മയും സ്നേഹിക്കുക എന്നുള്ളത് വാഗ്ദത്തങ്ങളോട് കൂടിയ ആദ്യ കൽപ്പന അത്രേ. और प्रतिज्ञा के साथ जो पहली आज्ञा है वो ये है, तुझे दीर्घायुष होने के लिए और तुझे भलाई होने के लिए अपने माता पिता को आज्ञा को मान और उनसे प्रेम कर। വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ ഭവനത്തിലുള്ളത് നമുക്കൊരു അനുഗ്രഹമാണ്. हमारे घर में जो बूढ़े माता पिता है वो हमारे लिए आशीष है। ആമേൻ. പലരും വിചാരിക്കുന്നത് ഒരു ശാപമാണെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ശൗമേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഒരു നരച്ച തല നിന്റെ ഭവനത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് ഏലിക്ക് കൊടുത്ത ശാപത്തിന്റെ ഭാഗത്താണ് കൊടുത്തത്. और वहां पर हम देखते हैं बहुत से लोग जब सोचते हैं, बुजुर्ग लोग हमारे घर के लिए एक श्राप है। शमूएल की किताब में हम पढ़ते हैं, एक जो है एक पका हुआ सर वाला तेरे घर में ना हो, ये एली को दिया हुआ श्राप था। ലോകത്തിൽ പലയിടത്തും കാണുന്ന വാർദ്ധക്യ ദശയിലിരിക്കുന്ന മാതാപിതാക്കൾ ഒഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിലെന്ന് ചിന്തിക്കുന്നവർ പലയിടങ്ങളിലും ഉണ്ട്. आज संसार के अलग अलग जगहों में ऐसा सोचते हैं कि ऐसे बूढ़े लोगों से अगर निजात मिल जाता तो अच्छा होता। ആമേൻ. എന്നാൽ ദൈവങ്ങളായി നമ്മൾ പറയുന്നത്, എന്റെ ഞാനൊരു ഒന്ന് മറിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്ത നിലയിൽ മലക്കപ്പിള്ളയായിരിക്കുന്ന സമയം മുതൽ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എന്നെ പോറ്റി പുലർത്തി വളർത്തി ആമേൻ. ഞാൻ ജനിച്ചപ്പോൾ ആമേൻ വെറും 2.5 കിലോയോ 3 കിലോയോ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. വിവാഹപ്രായമായപ്പോൾ എനിക്ക് 65 കിലോ ഉണ്ടായിരുന്നു. 70 കിലോ വരെ ആയവരുണ്ട്. ആമേൻ. 65 കിലോയുള്ള വ്യക്തിയാക്കി എന്നെ മാറ്റിയതിന്റെ മാതാപിതാക്കളാണ്. हमें ऐसा कहना है कि मेरा जन्म से लेके मेरे हर बात को जब मैं अपने आप से उलटपट भी नहीं कर सकता था, उस समय में मेरे नीचे रेंगने की अवस्था से लेके जब मैं जन्म हुआ 1.5 किलो 2 किलो या 3 किलो जब से था, तब से लेकर मेरे ब्याह होने के समय तक इतना जब तक मुझे लाया, ऐसा हमको हमेशा माता पिताओं का स्मरण करना है।
അവന്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് അവർ നൽകി തന്നത് എനിക്ക് തിരിച്ചു ചെയ്യുവാൻ, റീപേ ചെയ്യുവാൻ ദൈവം തന്നൊരു അവസരമായിട്ട് നമ്മൾ അതിനെ കാണണം. मेरी छोटी आयु में जो उन्होंने मुझे किया था उसको बदले में देने के लिए मुझे दिया हुआ अवसर है, ऐसा आप लोग सोच लेना. അവരെ ഒരു അനുഗ്രഹം കാത്തിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നന്നായിരിക്കുന്ന അവസ്ഥയിൽ ദീർഘായുസ്. सब कुछ जब अच्छा होता है उस समय में उनके लिए एक भलाई है और वो है दीर्घायु. അല്ലാത്തത് തിരിച്ചു ചിന്തിച്ചാൽ മതി. और उसके अलावा जो है बस आप लोग सोच लो. അത് നമ്മുടെ ഇടയിൽ അധികം പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. ഇവിടെ സമയം തീർന്നു, ഞാൻ നിർത്താൻ പോവുകയാണ്. वो हमारे बीच में कहने का जरूरत नहीं है क्योंकि वो है अतिक है नहीं, लेकिन अभी यहाँ पर मैं അവസാനമായിട്ട് ജീവിതമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളുടെ പട്ടികയെ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് കഷ്ടത വരാനുള്ള ഏഴാമത്തെ കാര്യമായിട്ട് കർത്താവിനെ പഠിപ്പിക്കുന്നത്, നാം ആരെയും വിധിക്കരുത്, ആരെക്കുറിച്ചും ദൂഷണം പറയരുത്. സ്വന്തം വിശേഷാൽ നമ്മളെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാരെ കുറിച്ച് രഹസ്യത്തിലോ പരസ്യത്തിലോ ഒരു കുറ്റം പോലും പറയാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. और सातवां बात जो है, जो परमेश्वर की मर्जी के खिलाफ हमारे ऊपर कोई कष्ट आता है तो उसका कारण, सातवां कारण ये है, हमें किसी का न्याय नहीं करना है, किसी पे दोष नहीं लगाना है, किसी के बारे में गपशप नहीं करना है. खासकर जो हमारा नेतृत्व करते हैं, हमारे जो पुरानी है, हमारे जो भी पासवान लोग हैं, उनके खिलाफ किसी भी प्रकार का जाने अनजाने में या सामूहिक तौर पर या रहस्य किसी भी प्रकार का दोष नहीं लगाना. ഞാൻ ചർച്ചിൽ സാധാരണ പറയാറുണ്ട്, 4 കൂട്ടം ആളുകൾ നമ്മുടെ ഭവനത്തിൽ ഇന്നും ഉണ്ടാകരുത്. मैं कलीसिया में अक्सर कहता हूँ कि 4 गुट के लोग हमारे घरों में कभी नहीं होना चाहिए. ഒന്ന്, സഭയിൽ വഴക്കുണ്ടാക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. एक कलीसिया में झगड़ालू लोग कभी नहीं होना चाहिए. കർത്തൃദാസന്മാരെ ദുഃഖിപ്പിക്കുന്നവർ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകരുത്. प्रभु के दासों को दुख देने वाले हमारे बीच में नहीं होना चाहिए. അന്യായമായി സമ്പാദിച്ച സമ്പത്ത് ഉള്ളവർ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. गलत रीति से कमाई किया हुआ कोई भी व्यक्ति हमारे परिवारों में नहीं होना चाहिए. മാതാപിതാക്കളെയോ ഇതര ആളുകളെയോ വേദനിപ്പിക്കുന്നവർ നമ്മുടെ ഭവനങ്ങളിൽ പാടില്ല. माता पिता या किसी को भी दुख पहुंचाने वाले, ठेस पहुंचाने वाले लोग हमारे बीच में नहीं होना चाहिए. തിരുവചനം ആഴത്തിൽ പഠിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാനസാന്തരപ്പെടാതെ ഇരിക്കുന്നവരുടെ ജീവിതത്തിന്റെ മേൽ ഒരു ദൈവത്തിന്റെ ന്യായവിധിയുടെ ഒരു വാള് തൂങ്ങി നിൽപ്പുണ്ട്. और परमेश्वर का वचन हम पढ़ेंगे तो समझ पाएंगे, ऐसा जो नहीं करते, ऐसा जो मन फिराव नहीं करते, ऐसे चीजों से उनके ऊपर परमेश्वर का न्याय की तलवार हमेशा लटका हुआ रहता है. ലിറ്ററേച്ചർ പഠിച്ചവരുടെ ഭാഷയിൽ ഞാൻ പറയും, ഷേക്സ്പിയറിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ സ്വന്തം ഒരു വാള് തൂങ്ങി നിൽക്കുന്നു. और शेक्सपियर ने जैसा कहा था, एक तलवार सर के ऊपर लटका पड़ा है. ആ വാള് നമ്മുടെ ആരുടെ ഭവനങ്ങളിൽ വേണ്ട. वो तलवार हमारे किसी के घरों में नहीं चाहिए. അത് നമ്മുടെ ആരുടെ ഭവനങ്ങളില്ലാത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और वो हमारे घरों में नहीं, इसलिए प्रभु का धन्यवाद करता हूँ. ഇതൊരു ബൈബിൾ സ്റ്റഡി പോലെ പോകാൻ പ്രേരണ കിട്ടിയത് കൊണ്ടാണ് ഈ ഭാഗങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. ये एक बाइबल स्टडी है, बाइबल स्टडी के जैसा चलने के लिए प्रेरणा मिला, इसलिए ऐसा गया. നിരീക്ഷണത്തിന്റെ 4ാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. और उस निरीक्षण का चौथा बात बताकर समाप्त करना चाहूंगा. നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശുദ്ധ ജീവിതം ചെയ്ത് കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെട്ട് നിത്യതയിൽ തേജസ്സേറിയ അനുഭവത്തിൽ കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നത് അതെ ഇഷ്ടപ്പെടാത്ത ശത്രുവായ പിശാച് നമ്മുടെ ആത്മീയത്തെ തകർക്കുവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. हमारी उद्धार पाकर, हमारी उद्धार की बातों में, उद्धार की जीवन को दिखाने वाले, उद्धार की सेवकाई को करने वाले लोगों के प्रति शैतान जो चाहता है कि कभी भी हम ऐसे उस मकसद तक ना पहुंचे, वो निरंतर हमारे खिलाफ कार्य करता रहता है. ഞങ്ങളൊക്കെ ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് എന്ന് പറയാറേ ഉള്ളൂ. ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്നത് പിശാചാണ്. हम लोग तो सिर्फ कहते हैं, नाम के लिए कहते हैं कि हम पूरी समय सेवा करते हैं. पूरी समय सेवा तो सिर्फ शैतान करता है. പകൽ ചെയ്യാൻ നോക്കാത്തവൻ രാത്രി ചെയ്യുന്നവനാണ്, രാത്രി ചെയ്യാൻ നോക്കാത്തത് പകൽ ചെയ്യുന്നവനാണ്. क्योंकि जो दिन में नहीं कर सकता वो रात में करता है, जो रात में नहीं कर सकता वो दिन में करता है. ആകയാൽ ശത്രുപാളയത്തിൽ നിന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ തലമുറക്കെതിരെ, നമ്മുടെ കൊച്ചു കൂട്ടായ്മകൾക്കെതിരെ, നമ്മളെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർക്കെതിരെ വല്ല നീക്കവും ശത്രുപാളയത്തിൽ ഉണ്ടോ എന്ന് നാം പ്രാർത്ഥനാമുറിയിലെ മുഴങ്കാലിൽ മേൽ ഇരുന്നു കൊണ്ട് നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. हमारे प्रार्थना के उस कमरे में बैठकर, उस घुटने में बैठकर हमारी कलीसिया के खिलाफ, प्रभु के दास के खिलाफ, हमारी संगति के खिलाफ, हमारे किसी भी लोगों के खिलाफ क्या ऐसी कोई भी अस्त्र शैतान करता है? शैतान अगर उसकी छावनी से उठाकर फेंकता है, इस विषय को हमें निरीक्षण करके प्रार्थना में जांचना है.
ഒരു വിഷയം വന്ന് ജീവിതത്തിൽ ഭവിച്ചതിന് ശേഷം അതിന്റെ പരിഹാരത്തിന് പ്രാർത്ഥിക്കുന്നേക്കാൾ ആ വിഷയം നമ്മുടെ ഇത് വന്ന് ഭവിക്കാതിരിക്കാൻ മുമ്പേ കർത്താവ് പറഞ്ഞ താക്കോൽ വാക്യത്തിൽ വായിച്ചതുപോലെ ഈ സംഭവിക്കാനുള്ള എല്ലാത്തിനെയും ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയുള്ള നിരീക്ഷണ പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. एक विषय हमारे जीवन में आकर फिर उसमें से उद्धार पाने के लिए हम लोग जो करते हैं उससे बेहतर होगा एक विषय हमारे जीवन में आने से पहले उसको पूर्व ज्ञान के साथ उसको बात ले, और जैसे हमने अपने वचन में पढ़ा था इन तमाम घटनाओं से बचने के लिए वो वाक्य हमारे जीवन में वैसा हो। സംഗീതം 127:5 അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, നഗരവാതിക്കൽ വെച്ച് തന്നെ പടയമടക്കുന്നവരായിരിക്കണം ദൈവം. നഗരവാതിക്കൽ വെച്ച് നിന്റെ ശത്രുവിനോട് എതിർക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുമെന്ന് പറയുന്നു. നഗരത്തിന്റെ വാതിക്കൽ വെച്ച് തന്നെ ശത്രുവിന് ഉത്തരം കൊടുത്ത് അവനെ പുറം തിരിച്ചു വിടുമാറാകണം. भजन संहिता 127 उसका 5 का आखिरी आयत में जैसा लिखा है, वो फाटक के पास से शत्रुओं के बातों को करे संकोच न करेगा। യെശയ്യാ 28:6 വായിക്കുമ്പോൾ ആമേൻ പട്ടണവാതിക്കൽ വെച്ച് പടയമടക്കുന്നവന്റെ വീര്യബലം ഞാൻ കൊടുക്കുന്നു എന്ന് പറയുന്നു. यशायाह 28 के 6 में हम पढ़ते हैं कि जो फाटकों से ही अपने शत्रुओं को भगाता है उनके सैनिकों को मैं बल दूंगा। 2 ദിനവൃത്താന്തം 32:7 മുതൽ വായിക്കുമ്പോൾ അതിന്റെ 22 വരെയുള്ള വാക്യങ്ങൾ പിന്നീട് വായിച്ചു നോക്കുക. അശൂർ പാളയത്തിൽ ഇസ്രായേലിനെതിരെ ഒരു നീക്കമുണ്ടെന്ന് കണ്ടുകൊണ്ട് ഹിസ്കിയാ രാജാവ് യെശയ്യാ പ്രവാചകനും കൂടെ മുഴങ്കാലം ചെയ്ത് പ്രാർത്ഥിച്ച കാര്യം മനസ്സിലാക്കിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ആ ശത്രുക്കൾ തന്റെ രാജ്യത്ത് വന്ന് ദോഷം പ്രവർത്തിക്കാതെ വണ്ണം ഒരു ദൂതൻ സ്വർഗ്ഗത്തിൽ ഇത് വന്ന് ആ പാളയത്തിൽ തന്നെ മറുപടി കൊടുക്കുന്നതായിട്ട് കാണുന്നു. दूसरा इतिहास उसका 32 का 7 से लेके हम पढ़ते वहां पर आप लोग दे देना, याग बांधने के लिए दृढ़ करने के लिए हिजकिय्याह राजा जो है और जो दूसरा जो इजराइल का राजा है वो लोग मिलकर जो प्रार्थना करते हैं परमेश्वर से, वो आज्ञा और आलोचना लेने के लिए जो बातों को वहां पर हम देखते हैं। യോഹന്നാനസും 18:1-2 വായിക്കുമ്പോൾ യേശു കൂടെ ഗെത്സമന തോട്ടത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നമ്മൾ വായിക്കുന്നു. यूहन्ना 18 उसका 1 और 2 में हम देखते हैं हमारा यीशु मसीह बीच बीच में गतसमने में जाकर उस वाटिका में प्रार्थना करते थे। കർത്താവ് ഏറ്റവും ഒടുവിലായി പോയ പ്രാർത്ഥനയാണ് പലപ്പോഴും നമ്മൾ ഗതസമന പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നാൽ 18:1 വായിക്കുമ്പോൾ അവിടെ അവൻ കൂടെ പോയിരുന്നു, യൂദായും ആ സ്ഥലം അറിഞ്ഞിരുന്നു എന്ന് വായിക്കുന്നു. और वहां पर हम कई बार जब गतसमनी की प्रार्थना कहते हैं तो यीशु मसीह की आखिरी प्रार्थना मन में आता है, लेकिन 18 अध्याय के पहले आयत में हम देखते हैं वो वहां पर उस बारी में जहां पर अक्सर जाया करता था वहां पर वो प्रार्थना के लिए गया। 26 ആണെന്നാണ് എന്റെ ഓർമ്മ. കർത്താവായ യേശു അന്ത്യ അത്താഴത്തിന് ശേഷം ആമേൻ ആ തോട്ടത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് മറുപടി കിട്ടേണ്ടത് അതെ തന്റെ ക്രൂശീകരണത്തെ തന്റെ മുമ്പിൽ കണ്ടുകൊണ്ട് ആ വിഷയത്തിന് ബോധ്യമായ ഒരു ദൈവത്തിന് ഒരു ആൻസർ കിട്ടുന്നവരെ അതേ കാര്യം തന്നെ ചൊല്ലി 3 പ്രാവശ്യം പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നു. और मत्ती के सुसमाचार में हम पढ़ते हैं, चाहे 26 में हो वहां पर ये पढ़ते हैं उसकी क्रूस मरण को लेकर उसकी उस विषय को लेकर यीशु मसीह ने 3 बार परमेश्वर से प्रार्थना किया। ചില കാര്യത്തെ തൃപ്തികരമായ ഒരു മറുപടി കിട്ടുന്നില്ല എന്ന് വരികിൽ ആരോഗ്യപരമായ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ആവർത്തിച്ച് മറുപടി ബോധ്യമായി കിട്ടുന്നതുവരെയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരും, പോരാടി പ്രാർത്ഥിക്കേണ്ടി വരും. कई बार हमारी प्रार्थना करने के बावजूद जब हमें उत्तर नहीं मिलता तो बार बार दोहरा कर उस विषय के लिए जब तक एक पुख्ता उत्तर हमें नहीं मिलता उस समय तक उस विषय के लिए प्रार्थना करना अनिवार्य होता है। എന്നാൽ പത്രോസിനും ഇതര ശിഷ്യന്മാർക്കും അങ്ങനെ ആ പ്രാർത്ഥന ഇൻവോൾവ് ആകാൻ കഴിഞ്ഞില്ല. കർത്താവ് പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. लेकिन पत्रोस और उसके साथ जो चेले थे वो उस प्रार्थना में शामिल नहीं हो पाए, लेकिन यीशु मसीह प्रार्थना करते रहा। ഇങ്ങനെ തന്റെ മുമ്പിൽ കടന്നു വരുന്ന വിഷയത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് താൻ നിരീക്ഷണത്തോട് പ്രാർത്ഥിച്ച് അതിനുള്ള ആത്മബലം ഏറ്റുവാങ്ങിയത് കൊണ്ട് ക്രൂശിനെ കർത്താവിനെ അതിജീവിക്കുവാൻ കഴിഞ്ഞു. और ऐसे अपने सामने आने वाले संकटों को मद्देनजर रखते हुए क्योंकि यीशु मसीह ने प्रार्थना किया इसलिए उस सलीब की अनुभव के ऊपर वो जयवंत हो पाया। പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ഉടനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പത്രോസ് അത് ചെയ്യാതിരുന്നത് കൊണ്ട് അരിമനാഥനായിരിക്കുന്ന ഗുരുനാഥനെ അവൻ തള്ളി പറയുകയും രാകുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടായി. और परीक्षा में ना पढ़ो इसलिए प्रार्थना करो ऐसे पत्रोस से कहा था, लेकिन क्योंकि उसने नहीं किया इसलिए अपने प्रिय गुरु को उसका तिरस्कार करना पड़ा। इतना ही नहीं उसको शाप भी देना पड़ा। രാത്രി ഇവിടെ നിർത്തട്ടെ. ദൈവങ്ങളെ അവൻ നിരീക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞ ഈ പ്രാർത്ഥന ഗൗരവം കുറച്ചിട്ട് നമ്മൾ കാണരുത്. വളരെ ശക്തമായി ഈ ദിവസം നമ്മുടെ ഉപവാസ പ്രാർത്ഥന വീണ്ടും തുടരുകയാണല്ലോ. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ അവസ്ഥകൾക്ക് ഇനി മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണെന്നുവെങ്കിൽ കർത്താവിന്റെ ദാസനാഭിഷേകത്തെ നമ്മളോട് പറയുമ്പോൾ അവൻ നമ്മുടെ അവസ്ഥകളുടെ മേൽ വലിയ വ്യത്യാസം ഉണ്ടാകാത്തക്കണം. നമുക്ക് പിന്നെ നിരീക്ഷണ പ്രാർത്ഥനയിൽ ശക്തരാകുവാൻ ദൈവം സഹായിക്കട്ടെ.
यह वचन से यहाँ पर समाप्त करना चाहूंगा, लेकिन निरीक्षण करके जो प्रार्थना है उसको हल्के में नहीं आंकना। आज तक अगर विषय में अगर कुछ कमी आ गई है तो हमें उसको सुधारना होगा। हमारा उपवास तो आगे भी जारी है, इसलिए इसमें अगर कोई बदलावट लाना है तो हमें उस बदलावट को लाना है, सुधार को लाना है। प्रभु के दास जैसा अगुवाई देता है वैसा ग्रहण करके हमारी प्रार्थना का जीवन को आगे बढ़ाते हुए इस विषयों के ऊपर हमें जयवत होना है। ये वचन से प्रभु हम सबको आशीष दे। ആമേൻ. സ്വന്തം ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഒരു കട നിങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. ആമേൻ. പ്രാർത്ഥനയിൽ അറിയേണ്ട ഒരു 4 കാര്യമുണ്ട്. ആമേൻ. 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 1-2 വായിക്കുമ്പോൾ ആമേൻ, പ്രാർത്ഥനയിൽ യാചന ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയിൽ പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയം തന്നെ ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയിൽ പക്ഷപാതം ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയിൽ സ്തോത്രം ഉണ്ടായിരിക്കണം. ഈ 4ന്റെയും ആഴം എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമുക്ക് ചിന്തിക്കാം. എനിക്ക് പരിശുദ്ധാത്മാവ് ദൈവമക്കളെ വ്യക്തിമായി പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കപ്പെട്ടിടത്തോളം തോന്നുന്ന ഭാഗം നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. तो प्रार्थना का विषय में 4 विषय को जो कहना है, लेकिन क्योंकि अब समय नहीं मिला, उम्मीद करता हूँ आगे कभी तो समय मिलेगा। पहले तिमुथियुस को जब हम पढ़ते हैं उसमें जैसा लिखा है, प्रार्थना में विनती होना है, प्रार्थना में प्रार्थना होना है, प्रार्थना में धन्यवाद होना है। ये विषयों को आप लोग सीख लेना, पवित्र आत्मा आपको सिखाएगा। नहीं तो फिर कभी जब समय मिले विषय से आपसे बात करूंगा। ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവിന്റെ ദാസൻ തുടർന്ന് ശുശ്രൂഷിക്കും. സ്വർഗീയ പിതാവേ, ആമേൻ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അവിടുത്തെ പ്രിയ മക്കളുമായിട്ട് അല്പസമയം തിരുവചനം പങ്കുവയ്ക്കുവാനുള്ള അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്ന് അവിടുത്തെ മക്കളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ തിരുവചനമാണല്ലോ അവിടുന്ന് പ്രകാശിപ്പിച്ചത്. ഇതിനും മുമ്പാകെ അടിനെ തന്നെ വീണ്ടും ശക്തമായി സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ പ്രിയ മക്കളെല്ലാവരെയും ആമേൻ, കഴിഞ്ഞ കാലങ്ങളേക്കാൾ അധികമായി തേജസ്സേറിയ അനുഭവത്തോടെ ഈ ഉപാസവാദം എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. തുടർന്നും ഉപവാസ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശക്തമായി ദൈവാത്മ തിരിച്ചറിയുവാനുള്ള ജനത്തെ സഹായിക്കണം. എല്ലാത്തിന്റെയും മഹത്വം ദൈവത്തിന് മാത്രം വർദ്ധിക്കുന്നു. വിശ്വേശുദ്ധ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.